എങ്ങനെയുണ്ട് കാര്യക്രമം? ചിലർക്കൊക്കെ പ്രൊമോഷൻ കിട്ടിയ ലക്ഷണമുണ്ടല്ലേ. ചിലർ ഡീപ്രൊമോട്ടായി പുറകോട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഷുഗർ ഇന്നലത്തെ രാവിലത്തിനെ അപേക്ഷിച്ച് നോക്കിയാൽ കുറഞ്ഞത്? ഇന്നലെ രാവിലെ ആയിട്ട് നോക്കിയാൽ ഇന്നലെ രാവിലെ ആയിട്ട് നോക്കിയാൽ, എഴുന്നേറ്റ് വന്നേ നോക്കട്ടെ. ഇന്നലെ രാവിലെ ആയിട്ട് നോക്കിയാൽ, ഇന്നലെ വൈകിട്ടത്തല്ല, ഇന്നലെ രാവിലെ ആയിട്ട് നോക്കിയാൽ അതിനേക്കാളും ഇന്ന് കുറഞ്ഞവർ. ഓക്കെ, അപ്പോൾ ബഹുഭൂരിപക്ഷത്തിനും കുറഞ്ഞു. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് കൈയടിച്ചേ അല്ലേ. ഇരുന്നോളൂ. അപ്പോൾ കുറയ്ക്കാനുള്ള വഴി മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ഇനി ഇന്നലെ വൈകിട്ടത്തിനേക്കാളും കൂടിയ ആരൊക്കെയുണ്ട്? കുറയ്ക്കാനുള്ള വഴിയാണ് നമ്മൾ ചർച്ച ചെയ്ത്. ഇപ്പം കൂട്ടാനുള്ള വഴി എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എങ്ങനെയാ കൂട്ടിയത്? അല്ല, ഓരോരുത്തരായിട്ട് പറയട്ടെ. ഗോതമ്പിൻ്റെ കഞ്ഞി കുടിച്ചു. ഒരു മിനിറ്റ്. ഗോതമ്പിൻ്റെ എത്രയായിരുന്നു, എത്രയാക്കി? 209. 250 ആക്കി. സമാധാനമായല്ലോ, ഇരിക്കാം. ഓക്കെ, 176 ആയിരുന്നു. എങ്ങനെയാ കൂട്ടിയേ? ഇവിടുത്തെ കുഴപ്പമാ. അപ്പം എന്ത് കഴിക്കാനാ പറഞ്ഞേ? 150 മുകളിലുള്ളവർ എന്ത് കഴിക്കാനാ പറഞ്ഞേ? പച്ചരിക്കഞ്ഞി കഴിക്കാനാണോ ഞാൻ പറഞ്ഞത്? 150 മുകളിലുള്ളവർ എന്ത് കഴിക്കാനാ പറഞ്ഞത് സാറേ? 150 മുകളിലുള്ളവർ എന്ത് കഴിക്കാനാ പറഞ്ഞേ? സലാഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല രാത്രിയിൽ. അവിയൽ കഴിക്കാനാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ. ഓക്കെ, പറയണ കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടോണ്ട് പോകും. കാരണം എങ്കിലേ ആ ക്യാമ്പിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ തിരയിൽ പെട്ടിട്ട് ഇങ്ങനെ പൊങ്ങും താഴുകയും ചെയ്യുന്ന കണക്ക് കിടന്നിട്ട് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ ഒരു ട്രെൻഡിൽ അങ്ങനെ കുറഞ്ഞു വരുന്നത്, ആ കുറയാൻ സഹായിച്ചാൽ ഇത് നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. ആ ട്രെൻഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അത് കുറയുള്ളൂ. അതായിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പനി ഉള്ള ഒരാൾ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം ചെയ്ത് പനി കൂട്ടിക്കൊണ്ടും കുറച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരിക്കും? പനി നീണ്ടുപോകും. പിന്നെ സാധാരണ പനി ടൈഫോയിഡായിട്ട് മാറും ഇല്ലേ? പിന്നെ അതിന് കൂടുതൽ ശക്തമായ മരുന്നുകളും ചികിത്സ ആവശ്യം വരും. അതാണ് ഈ ഡയബറ്റീസ് പേഷ്യൻറ്റിനിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ. ആ ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരാനുള്ളതിനകത്ത് അതൊരു 2-3 ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. ഒരുപാട് ജീവിതകാലം മുഴുവനുള്ള മെനക്കേടൊന്നുമില്ല അല്ലേ? ബഹുഭൂരിപക്ഷം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, 2 അപ്പോൾ അതും അധികം പറ്റാ. അവൈലബിൾ ഫുഡ് കഴിച്ചു. അത് അഥവാ അങ്ങനെ ദോശയൊക്കെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്ക് അതവിടെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഓപ്ഷനിൽ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം അവിയലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. കാരണം ചില പച്ചക്കറി ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ ദോശ ഉണ്ടാക്കാനായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുടെ ദോശ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ, ഇപ്പം ഉടനെ ചെയ്യേണ്ട കാര്യമല്ല പറഞ്ഞാൽ, പക്ഷെ നാളെ ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞാൽ. പെട്ടെന്ന് ഇതുപോലൊരു സിറ്റുവേഷൻ വരികയാണ്. ചെറുപയറിൻ്റെ ദോശ ഉണ്ടാക്കാം. ചെറുപയർ കുറച്ച് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗോതമ്പ് പൊടിക്ക് നോക്കണത് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോശ ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടേത്. അത് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഇതില്ല, പറ്റില്ല. അവിടെ ഒന്നും, അതാണ് നമുക്ക് കുഴപ്പം. നമ്മുടെ ഈ ഓൾട്ടർനേറ്റീവ് ധാന്യങ്ങൾ പറ്റില്ല. എല്ലാ ധാന്യങ്ങളും കുഴപ്പമുണ്ടാക്കും. അരിക്ക് പകരം ഗോതമ്പാക്കിയ നേട്ടമുണ്ടോ? ഇല്ല, ഒരു നേട്ടമില്ല. ഉരുണ്ട് കളി പറ്റില്ല ഈ അസുഖത്തിൽ. തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഉരുണ്ട് കളിച്ചാൽ ഉരുണ്ടോണ്ടിരിക്കും, കൂടുതൽ ചെളി പറഞ്ഞുകൊണ്ടിരിക്കും. വീണിട്ട് ഉരുണ്ട് കഴിഞ്ഞാൽ എന്താവും? കൂടുതൽ ചെളി പറ്റും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് പറ്റില്ല. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ,
പരിപ്പ് വർഗം, കടലവർഗം, അതുപോലെ തന്നെ അണ്ടിവർഗ്ഗങ്ങൾ, അതായത് നിലക്കടല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് കഴിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജവും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് കിട്ടും. എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. ഈ സാധനങ്ങൾ നമ്മൾ ഷുഗർ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ അനുസരിച്ചിട്ട് ചോറോ ഗോതമ്പോ പിന്നെ ആകാം, പാടില്ല എന്നില്ല. പക്ഷെ അത് ആദ്യം അവസ്ഥ നേരെ ആകുന്നത് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അവസാനം അറിയാമല്ലോ ഞാനെന്തിനാ പറയണത്, രാവിലെ അല്ലേ? അപ്പോൾ ഇരിക്കും, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പം. സോ കൂട്ടുന്ന കാര്യത്തിൽ വിദഗ്ധരാവരുത്, കുറയ്ക്കുന്ന കാര്യത്തിൽ വേണം വിദഗ്ധരാകാനായിട്ട്. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിയെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മൾ വിദഗ്ധരായിട്ടുള്ള ഡ്രൈവർമാരാകുന്നത്. ഓരോരുത്തർക്കും പരിമിതിയുണ്ട്. ചിലർക്ക് ഒരു ദോശ പോലും ചിലപ്പോൾ വളരെ ദോഷം ചെയ്യും. അത് അവരുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ വണ്ടിക്ക് ബ്രേക്കില്ല, നമ്മളെന്ത് ചെയ്യാനാ? അതിപ്പോൾ ബ്രേക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ ചവിട്ടുക, ഓടിക്കുക, അതേ നിവൃത്തിയുള്ളൂ അല്ലേ? ഇപ്പോൾ ബ്രേക്കില്ലാത്ത വണ്ടിയാണെന്നൊക്കെ അത് നമ്മളതനുസരിച്ച് ഓടിക്കുക, അതല്ലാത്തതാണെങ്കിൽ അതങ്ങനെ ഓടിക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ പരിമിതിയുണ്ട്. കുറയുന്നവരും ഉണ്ട്. അപ്പോൾ കുറയുന്ന രീതി മനസ്സിലാക്കുക, കൂടുന്ന രീതിയും മനസ്സിലാക്കുക. ഏതാണ് കൂടിയത്? ഇപ്പം ഒരു ചായ കുടിച്ചു, അതുകൊണ്ട് എനിക്ക് 50 കൂടി ഷുഗർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചായ കൂടി നിർത്തി ആ ഷുഗർ മാനേജ് ചെയ്യലാണ് നമ്മുടെ ബുദ്ധി. അത് ഒന്ന് നോർമൽ ആകട്ടെ. പാൻക്രിയാസിനെ വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കാദ്യം. അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ്ക്രീം കഴിച്ചാലും കുഴപ്പം ചെയ്യില്ല, കഴിക്കാൻ നിങ്ങൾക്ക് പിന്നെ കഴിക്കാൻ പാടില്ലാതില്ല. പക്ഷേ ഞാൻ ഇന്നലെയും പറഞ്ഞ കണക്ക് പനിയുള്ള ഒരാൾ പനി സമയത്ത് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞാൽ അയാളുടെ പനി അങ്ങനെ കയറി ഇറങ്ങി തന്നെ കിടക്കും. അപ്പോൾ അത് മനസ്സിലാക്കി പനി കുറയട്ടെ. പനി കുറഞ്ഞ് നോർമലിലോട്ട് വന്ന് ഒരു 1-2 ദിവസം കൂടെ നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുമോ ഇല്ലയോ? അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഹെവി ആയിട്ടുള്ള ആഹാരത്തിലോട്ട് നമ്മൾ പോവുക. ഇവിടെയും അത് തന്നെ അപ്ലൈ ചെയ്യാം. ഷുഗർ ആദ്യം ഒന്ന് കുറയട്ടെ, നോർമലിലോട്ട് വരട്ടെ. അത് കഴിഞ്ഞ് ഒരാഴ്ച 10 ദിവസം അതുപോലെ നിൽക്കുന്നു നോക്കുക. അതുപോലെ തന്നെ നിൽക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഒരു നേരം ഏതെങ്കിലും ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര കൂടുന്നെന്നുണ്ട്. അപ്പോൾ അത് വലുതായ കൂടുതലൊന്നുമില്ല, പിന്നെയും കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങ് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്തൊരു നേരം കൂടെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക. അരിയോ ഗോതമ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിന് എവിടം വരെ കപ്പാസിറ്റി ഉണ്ട്, അല്ലെ പാൻക്രിയാസ് എവിടം വരെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? മനസ്സിലായില്ലേ? കാരണം രോഗത്തിൻ്റെ പഴക്കം, നമ്മുടെ ശരീരത്തിൻ്റെ പഴക്കം, ഇതെല്ലാം അതിനകത്ത് ഘടകമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എത്ര സാധിക്കുമോ ആ ഒരു ലെവൽ നമ്മൾ കണ്ടെത്തുക. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡോക്ടറാകണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഡോക്ടർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ഈ കാര്യത്തിൽ. ഇതൊരു പരീക്ഷണ നിരീക്ഷണത്തിലൂടെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി കത്തെഴുതിയോ അച്ഛന്? എല്ലാവരും എഴുതിയോ? എന്തൊക്കെ എഴുതിയേ? ഒരുപാട് എന്തോ കാര്യങ്ങളൊക്കെ എഴുതിയ പ്രശ്നമുണ്ടല്ലേ? നിങ്ങൾക്കായിട്ട് അച്ഛൻ്റെ ഒരു കത്ത് വന്നിട്ടുണ്ട്. എന്തേ നോക്കാം. മറുപടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? വെറുതെ അല്ല. അതാണ് ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഇങ്ങനെ കത്ത് വന്നിരിക്കണം. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വിചാരിച്ചു. ഇപ്പോഴാ കാര്യം മനസ്സിലായേ. ഇന്ന് 20-ാം തീയതിയാ? അപ്പോൾ 20/11/2018. കത്ത് വായിക്കട്ടെ? ഞാൻ പറയല്ല, അച്ഛൻ പറയാണ്. അതുകൊണ്ട് കേട്ടോളും. പിന്നെ എന്നെ ഒന്നും പറയരുത്. നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളെന്താ എഴുതിയെന്ന് ഞാൻ കണ്ടിട്ടില്ല. മധുര സന്താനമേ, നിങ്ങളോട് പറയുക, ഓർമ്മയാകുന്ന, സ്മൃതിയാകുന്ന
മരുന്നിലൂടെ സ്വയം എല്ലാ കാലത്തേക്കും നിരോഗിയായി മാറൂ. ഓർമ്മയാകുന്ന, അതായത് ഈശ്വരസ്മൃതിയാകുന്ന മരുന്ന് കഴിച്ച് സദാ നിരോഗിയായി മാറൂ. ഇതാണ് ആദ്യം പറയുന്നത്. അപ്പം നിരോഗിയാകാനുള്ള അച്ഛൻ്റെ മന്ത്രം എന്താ? ഈ ഫാനൊന്ന് വർക്ക് ചെയ്യിക്കും. ഫാൻ. നിരോഗിയാകാനുള്ള അച്ഛൻ്റെ മന്ത്രം എന്താ? അച്ഛൻ്റെ ഓർമ്മയിലിരിക്കുക, സ്മൃതിയിലിരിക്കുക. അങ്ങനെ സ്മൃതിയിലിരിക്കുന്നതിനുള്ള ആ ശീലമുണ്ടാക്കിയാൽ വികർമ്മങ്ങളുടെ മേൽ വിജയം വരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വികർമ്മം എന്ന് പറയുന്നത് എന്താ? 3 തരത്തിലുള്ള കർമ്മങ്ങളുള്ളതായിട്ടാണ് പറയുക. അതിൽ നമ്മൾ ശരീരമാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് വികർമ്മം. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഊർജമാണെന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യുമ്പം അത് അകർമ്മമായിട്ട് മാറും. പിന്നെയോ 3ാമത്തെ കർമ്മം എന്താ? ഞാനല്ല കർമ്മം ചെയ്യുന്നത്, അതായത് ഞാൻ നിമിത്തമാണ്, ഇൻസ്ട്രുമെൻ്റാണ്. എന്നെക്കൊണ്ട് ഈശ്വരൻ കർമ്മം ചെയ്യിക്കുകയാണെന്നുള്ള ആ ബോധത്തോടെ കർമ്മം ചെയ്യുന്നതിന് അത് ആണ് സകർമ്മം എന്ന് പറയും. അതാണ് പൂർണ്ണമായ ശുദ്ധകർമ്മം നമ്മളെ ഉയർത്തുന്നത്. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നിമിത്തമായിട്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഈശ്വരൻ ഈ കുട്ടികളെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അവരെ നോക്കുന്നു. അല്ല ഞാനിവരുടെ അച്ഛനാണ് അല്ലെ അമ്മയാണെന്നുള്ള ആ ഒരു ബോധത്തോടെ അല്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഞാൻ പൂർണ്ണമായും സന്തോഷത്തോടെ നിർവഹിക്കുന്നു. അങ്ങനെ അപ്പം അതിനെയാണ് സകർമ്മം എന്ന് പറയുക. അപ്പം ദേഹമാണെന്ന് വിചാരിച്ച് ചെയ്താൽ അത് വികർമ്മം. അപ്പോൾ ഈശ്വരൻ പറയുകയാണ്, ഓർമ്മയുടെ ആ ശീലമുണ്ടാക്കിയാൽ വികർമ്മങ്ങളുടെ മേൽ വിജയം വരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഈശ്വരൻ്റെ ഓർമ്മയിലിരുന്ന് കർമ്മങ്ങൾ ചെയ്യാനാണ് പറയുക. തൻ്റെ ഉന്നതി ലക്ഷ്യമാക്കുന്ന കുട്ടികൾക്ക് അവരുടെ ലക്ഷണം, കുട്ടികളുടെ ലക്ഷണം എന്താണ് ചോദിച്ചിരിക്കുക. തൻ്റെ ഉന്നതി ലക്ഷ്യമാക്കുന്ന കുട്ടികളുടെ ലക്ഷണം എന്താണ്? അവരുടെ ഓരോ പ്രവൃത്തിയും സദാ ഈശ്വരൻ എന്താണോ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതിൻ്റെ ആധാരത്തിലായിരിക്കും. ഈശ്വരൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന കുട്ടികളായിരിക്കും എന്ത്? തൻ്റെ ഉന്നതി ലക്ഷ്യമാക്കുന്നവർ. അച്ഛൻ്റെ ഇന്നത്തെ ഉപദേശമാണ്, മക്കളെ ദേഹ അഭിമാനത്തിലേക്ക് പോകരുത്. ദേഹമാണെന്നുള്ള ആ ഒരു അഹന്ത ഉണ്ടല്ലോ നമുക്ക്, അല്ലേ? ദേഹത്തിൻ്റെ അഹന്ത എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അതെൻ്റെ അഹങ്കാരമാണ്. കാരണം ഞാൻ ഡോക്ടറല്ല, അതെൻ്റെ ഈ ജന്മത്തെ കുറച്ച് നാളത്തെ കർമ്മം മാത്രമാണ്. മനസ്സിലായില്ലേ? അതെൻ്റെ കർമ്മമാണ്, കുറച്ച് നാളത്തേക്ക് തന്നിരിക്കുന്ന കർമ്മമാണ്. അടുത്ത ജന്മം ഡോക്ടറാവുമോ? ഇല്ല. ഇതിനു മുമ്പത്തെ ജന്മം ഡോക്ടറായിരുന്നു? അല്ല. ജനിച്ച ഡോക്ടറായിട്ടാണോ? അല്ല. ഇതൊന്നുമല്ല. അപ്പം കുറച്ച് നാളത്തെ ഒരു കർമ്മം മാത്രമാണ്. അപ്പം അതിൻ്റെ നമ്മുടെ പദവിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൻ്റെ, അതല്ലെങ്കിൽ കുടുംബ മഹിമയുടെ, അല്ലെങ്കിൽ ജാതിയുടെ ഒക്കെ മഹിമ നമ്മൾ പറയുന്നത് മുഴുവൻ എന്തിൻ്റെ കാര്യമാണ്? ശരീരത്തിൻ്റെ കാര്യം. ഇതെല്ലാം ശരീരത്തിൻ്റെ അഹന്തയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഇന്ന് അച്ഛൻ പറയുകയാണ്, എന്താ? ഈ ദേഹാഭിമാനത്തിലേക്ക് നിങ്ങൾ വരരുത്. ഓർമ്മയുടെ യാത്രയുടെ ചാർട്ട് വയ്ക്കൂ. ഒരു ചാർട്ട് എഴുതാൻ പറയുക, ഡയറി എഴുതാൻ പറയുക. എത്ര സമയം നമ്മൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്. കാരണം അതങ്ങനെ ചാർട്ട് വച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ നമ്മൾ എത്ര സമയം ഇരിക്കുന്നുള്ളത്. ബാക്കി എല്ലാവരും പറയും ഞാൻ ഈശ്വരൻ്റെ ഓർമ്മയിലാണ്, ഈശ്വരൻ്റെ ഓർമ്മയിലാണെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പറയാം. എന്നിട്ട് പാട്ട് റെഡിയായോ? നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് അയച്ചു തരുന്നുണ്ട്. ആ പാട്ടവിടെ കേൾപ്പിക്കും. ഇപ്പോൾ ഈശ്വരൻ്റെ സ്മൃതിയിൽ ആ പാട്ടൊന്ന് കേൾക്കാം.
സ്നേഹസാഗരതീരത്തു നിന്നൊരു കുളിർത്തെന്നലെന്നെ തേടിയെത്തി. സ്നേഹസാഗരതീരത്തു നിന്നൊരു കുളിർത്തെന്നലെന്നെ തേടിയെത്തി. പരമമാംഗേഹം വിട്ടു നീ പരമരഹസ്യമായി പാരിലെത്തി. സ്നേഹസാഗരതീരത്തു നിന്നൊരു കുളിർത്തെന്നലെന്നെ തേടിയെത്തി. മാനുഷദേഹം കവർന്നെടുത്തു മധുരമായോടക്കുഴലൂതി. മാനുഷദേഹം കവർന്നെടുത്തു മധുരമായോടക്കുഴലൂതി. ഒരു കൃഷ്ണ തുളസി കതിരുമായി കാത്തു. കാലവും നേരവും പോയി മറഞ്ഞു. ഒടുവിലെൻ കനവിൽ നീ വിടർന്നു. പുലരിയായി പൂവായി പൂമഞ്ഞു തുള്ളിയായി. സ്നേഹസാഗരതീരത്തു നിന്നൊരു കുളിർത്തെന്നലെന്നെ തേടിയെത്തി.
ആ പാട്ടിൻ്റെ വരികൾ പോലെ നമ്മുടെ രാവും പകലും ഈശ്വരന് സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. എന്നിട്ട് കൃഷ്ണൻ്റെ ഗോപികയൊക്കെ കാണിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ രാധയൊക്കെ കാണിച്ചിരിക്കുന്ന പോലെ, ഇതൊക്കെ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. നമ്മൾ ആ ഒരു ഈശ്വര പ്രേമത്തിൽ പൂർണ്ണമായും മുഴുകണം. ആ അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ വ്യക്തികളെയല്ല നോക്കേണ്ടത്, ശരീരങ്ങളെയല്ല നോക്കേണ്ടത്. കാണിച്ചിരിക്കുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ബന്ധനമാണ്, അല്ലേ? ഈശ്വരനുമായിട്ടുള്ള സ്നേഹബന്ധനം. ഓം ശാന്തി. ഇവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഓർമ്മയിലിരിക്കണം. മായ ഒരുപാട് പേർക്ക് ആ സ്മൃതി നിലനിർത്താനായിട്ട് അനുവദിക്കുന്നില്ല. കാരണം അവർ ദേഹാഹങ്കാരത്തിലാണ്. ചിലർക്ക് അവരുടെ മിത്രങ്ങളെ, ചിലർക്ക് ബന്ധുക്കളെ, ചിലർക്കാണെങ്കിലോ ആഹാരകാര്യമൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്കറിയില്ല, അച്ഛൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇരുന്ന് അച്ഛൻ്റെ ഓർമ്മയിലിരിക്കാൻ പറയുമ്പോൾ ചിലർക്ക് അവരുടെ സുഹൃത്തുക്കളെ ഓർമ്മ വരുന്നു, ചിലർക്ക് അവരുടെ ബന്ധുക്കളെ ഓർമ്മ വരുന്നു, ചിലർക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് അച്ഛനെ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലക്ഷ്മിയുടെ പൂജയൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ലക്ഷ്മി ആഹ്വാനം ചെയ്യാറുണ്ട്. അതുപോലെ ലക്ഷ്മി വരുന്നൊന്നുമില്ല അവിടെ, പക്ഷെ ലക്ഷ്മി ആഹ്വാനം ചെയ്തിട്ടാണ് ആ പൂജ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇവിടെ നിങ്ങളും എന്ത് ചെയ്യണം? അച്ഛനെ ഓർക്കണം, അല്ലെങ്കിൽ അച്ഛനെ ആഹ്വാനം ചെയ്യണം. രണ്ടും ഒരു കാര്യം തന്നെയാണ്. ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മങ്ങളുടെ വിനാശം ഉണ്ടാവുകയുള്ളൂ. ധാരണ ചെയ്തില്ലെങ്കിൽ, കാരണം വികർമ്മങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ധാരണ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞ് മനസ്സിലായോ? അതായത് നമ്മൾ തെറ്റായ രീതിയിൽ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിലോട്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഈ ആഹാരം പോലും നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇന്നലെ കഴിച്ച ആഹാരം വളരെ ശുദ്ധമായ ആഹാരമാണ്, പക്ഷെ ആ ശുദ്ധമായ ആഹാരം കഴിച്ചാൽ ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, ചിലർക്ക് വയറിളകും. സത്യമാണത്. കാരണം എന്താ? അശുദ്ധമായ ആഹാരം കഴിച്ച് 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 ശരീരത്തിന് ശീലമായി കഴിയുമ്പോൾ, ഈ കള്ളു കുടിക്കുന്ന ആൾക്കാർ കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുമെന്ന് പറഞ്ഞ് നടക്കാം. തെറ്റായ ശീലത്തിലോട്ട് ചായ കുടിക്കുന്ന ആൾക്കാർക്ക് കുടിച്ചില്ലെങ്കിൽ എന്താവും? തലവേദന എടുക്കും. എന്തായി? തെറ്റായ കാര്യങ്ങൾ ശീലിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയായതിലോട്ട് വരാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് അച്ഛനോട് പറയുകയാണ്, ധാരണയാകാത്തതിൻ്റെ കാരണം എന്താ? ഉള്ളിൽ ഉറയ്ക്കാത്തതിൻ്റെ കാര്യം എന്താ? വേറെ പല കാര്യങ്ങളും ഉള്ളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ ചിലപ്പം. അപ്പം അച്ഛൻ പറയുക, വികർമ്മങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അത് കാരണം അച്ഛനെ ഓർക്കാനും ചിലപ്പം സാധിക്കാതെ വരും. ഓർക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനെ ആയിരിക്കില്ല ഓർക്കുന്നത്, വേറെ പല കാര്യങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്. എത്രത്തോളം അച്ഛനെ ഓർക്കുന്നോ അത്രത്തോളം വികർമ്മങ്ങളുടെ മേൽ വിജയം വരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഹെൽത്തും നിങ്ങൾക്ക് കിട്ടും. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമല്ലേ? അച്ഛൻ്റെ ഓർമ്മയിലിരുന്നാൽ എന്ത് കിട്ടും? ഹെൽത്ത് കിട്ടും. കാരണം ശക്തി എവിടെ നിന്നാണ് കിട്ടേണ്ടത്? പവർ ഹൗസിൽ നിന്ന്. നമ്മൾ നടക്കുന്നത്, അല്ലെ നമ്മൾ ജീവിക്കുന്നത് എന്തിൻ്റെ പവർ കൊണ്ടാണ്? സോളിൻ്റെ പവർ കൊണ്ടാണ്. ശരീരത്തിന് ശക്തി തനതായിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ശരീരം ജഡമാണ്. എനർജി ഏതാ ഉള്ളത്? അതിലിരിക്കുന്ന ചൈതന്യമാണ്, അല്ലേ? അപ്പോൾ ആ ചൈതന്യത്തിന് ഊർജം കിട്ടുന്നത് എവിടെ നിന്നേ കിട്ടുള്ളൂ? അല്ലേ? സുപ്രീം സോളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ പരമാത്മ ചൈതന്യവും ഈ നമ്മളിലിരിക്കുന്ന ഈ ചൈതന്യവും കൂടെ, നമ്മളാകുന്ന ഈ ചൈതന്യവും കൂടെ ഒരു താതാത്മ്യം പ്രാപിക്കുമ്പോഴത്തേക്കാണ് ഇതൊരു സമരസപ്പെടലാണ്. 3 പ്രത്യേക ശക്തികളുണ്ട്. അതിലൊന്നാണ് ഈശ്വരൻ, പരമപുരുഷൻ എന്ന് പറയും. 2 നമ്മൾ ആത്മാവ്, പുരുഷൻ എന്ന് പറയും. 3 പ്രകൃതി. ഈ 3നും തനതായ ശക്തിയാണിത്. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല.
ഇത് മൂന്നും കൂടെ ഹാർമണിയിൽ വന്നാൽ മാത്രമേ കാര്യങ്ങൾ നേരെ പോകുള്ളൂ. പ്രകൃതി ഇളകി മറിഞ്ഞപ്പോൾ കണ്ടില്ലേ ഈ കാര്യങ്ങൾ. അപ്പം ഇതിലൊരു ഭാഗം ഇളകിയാൽ പ്രശ്നം ഗുരുതരമാണ്. ഈ മൂന്നും ഹാർമണിയിൽ വരണം, സമരസപ്പെട്ട് വരണം. കാരണം മൂന്നും ഏകദേശം തുല്യ ശക്തികളാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രത്തോളം പവർഫുള്ളാണ്, ഒന്നിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം പ്രകൃതിയും പുരുഷനും പരമപുരുഷനും മൂന്നും കൂടെ ഹാർമണിയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈശ്വരൻ പറയുന്നത്, എത്രത്തോളം നമ്മൾ അച്ഛൻ്റെ ഓർമ്മയിലിരിക്കുന്നു അത്രത്തോളം നമ്മൾ ഹെൽത്തി ആയിട്ട് ആരോഗ്യമുള്ളവരായിട്ട് മാറും. വളരെ സഹജമായിട്ടുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ മായ അഥവാ കഴിഞ്ഞുപോയ സമയത്ത് ചെയ്ത, അതായത് ഭൂതകാലത്ത് ചെയ്ത വികർമ്മങ്ങൾ അതിൽ നിങ്ങൾക്ക് വിഘ്നങ്ങളുണ്ടാക്കും. അച്ഛൻ്റെ ഓർമ്മയിലിരിക്കൽ വളരെ സഹജമായ കാര്യമാണ്, അത് ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ മുൻകാലത്ത് ചെയ്തു കൂട്ടിയ വികർമ്മങ്ങൾ, ദേഹമാണെന്ന് വിചാരിച്ച് ചെയ്തു കൂട്ടിയ വികർമ്മങ്ങൾ എന്തു ചെയ്യും? നമുക്കതിന് വിഘ്നം ഉണ്ടാക്കും. ആ വിഘ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇന്നലെ ഈശ്വരൻ്റെ ഓർമ്മയിലിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ആർക്കും ദുഃഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ മാപ്പ് ചോദിച്ചു. കാരണം ഒരുപാട് പേർക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ വേദന കൊടുത്തിട്ടുണ്ട്, ദുഃഖം കൊടുത്തിട്ടുണ്ട്, അല്ലേ? അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിഘ്നമായിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ജന്മത്തിൽ മാത്രമല്ല, ഏതൊക്കെയോ ജന്മങ്ങളിൽ നമ്മൾ ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ എനർജിക്ക് മരണമില്ല. എനർജി ഒരിക്കലും നാശം ഉണ്ടാകാത്ത സാധനമാണ്, അല്ലേ? എനർജി നശിപ്പിക്കാൻ പറ്റുമോ? നശിപ്പിക്കാൻ പറ്റില്ല. ശരീരമാണ് നശിക്കുന്നത്. ഇപ്പോൾ എനർജി ഇങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനർജിക്ക് നാശമില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വേറൊരു എനർജിക്ക് നമ്മൾ ദുഃഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതവിടെ പെൻഡിങ്ങാണ്, അക്കൗണ്ട് പെൻഡിങ് കിടക്കുക, അല്ലേ? ആ കണക്ക് തീർത്തേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ചെയ്ത കൂട്ടത്തിൽ കുറച്ച് മാപ്പൊക്കെ ചോദിച്ചത് വെച്ചാൽ, ഇത് പക്ഷേ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പഴയ എന്താ പറയുക, നമ്മൾ പറയും കണ്ണി കൊള്ളാനുള്ള പുരികത്തി കൊള്ളുമെന്ന് പറഞ്ഞതൊക്കെ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പഴയ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്ന് കുറച്ച് ലാഘവത്വം വരും അതിനകത്ത്. ചെയ്തു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ നമുക്ക് തിരുത്താൻ ഇനി പറ്റില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള വേദന കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാലും അവരോടൊന്ന് മാപ്പ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിലൊരു ലാഘവത്വം തോന്നും. ആ പ്രശ്നങ്ങളുടെ ഒരു തീക്ഷ്ണത കുറയും. തീക്ഷ്ണത കുറയുമ്പോൾ അച്ഛൻ്റെ ഓർമ്മയിലിരിക്കാൻ എളുപ്പമുണ്ടാകും. അച്ഛൻ പറയുകയാണ്, നിങ്ങൾ അരക്കൽപ്പം അയഥാർത്ഥ രീതിയിലാണ് അച്ഛനെ ഓർത്തത്. അയഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാതെ അച്ഛനെ ഓർത്തു. അതുകൊണ്ടാണ് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞത്, അല്ലേ? അച്ഛൻ ആരാണെന്ന് അറിയാതെ ഓർത്തു. നമ്മളാരാണെന്ന് പോലും നമുക്കറിയില്ല, പിന്നല്ലേ അച്ഛനെ അറിയുന്ന കാര്യം. നമ്മൾ തന്നെ നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ശരീരരൂപത്തിലാണ് നമ്മൾ ഈശ്വരനെയും വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? പൂച്ചയ്ക്ക് പൂച്ചയുടെ രൂപത്തിൽ ഈശ്വരനെ വിചാരിക്കും, അല്ലേ? മനുഷ്യൻ്റെ രൂപത്തിൽ വിചാരിക്കും എന്ന് പറയുന്നത്. നമ്മൾ ശരീരമല്ല, നമ്മൾ ചൈതന്യമാണ്, ഊർജ്ജമാണ്. ഈശ്വരനും പരമചൈതന്യമാണ്. അപ്പോൾ ആ ചൈതന്യമാണെന്ന് മനസ്സിലാക്കി പരമചൈതന്യത്തെ ഓർക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു? അയഥാർത്ഥമായ രീതിയിലാണ് നമ്മൾ ഓർത്തത്. അച്ഛൻ പറയുകയാണ്, ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അച്ഛനെ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാം, ആ അച്ഛൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ വരും, നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ വരും. നിങ്ങൾക്ക് കാരണം നിങ്ങൾ യഥാർത്ഥ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് അച്ഛനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ എനർജിയുമായിട്ടുള്ള കണക്ഷൻ കിട്ടും. എന്നാൽ ഈ സ്മരണയുടെ ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ നമുക്ക് ശീലമില്ല അങ്ങനെ ഇരുന്ന് അച്ഛനെ ഓർക്കാനായിട്ട്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. യവർ നിരോഗി ആകാനായിട്ട് സർജൻ നിങ്ങൾക്ക് മരുന്ന് നൽകുകയാണ്, എന്നെ ഓർക്കൂ. എന്താ അറിയില്ല, കൃത്യമായിട്ട് പറയുക. യവർ നിരോഗി, വീണ്ടും വീണ്ടും പറയുന്നു, യവർ നിരോഗിയാകാനായിട്ട്. യവർ നിരോഗി എന്ന് പറഞ്ഞാൽ സദാകാലത്തേക്ക് നിരോഗിയാകാനായിട്ട് അച്ഛൻ. ആരാ പറഞ്ഞത്? അച്ഛൻ എന്നല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞത് സർജൻ നിങ്ങൾക്ക്
മരുന്ന് നൽകുകയാണ്. കാരണം അദ്ദേഹം ആരും കൂടിയാണ്? സുപ്രീം സർജനും കൂടിയാണ്, വൈദ്യനാഥനല്ലേ, അല്ലേ? അപ്പോൾ ഇന്ന് ആ ഡോക്ടർ എന്നുള്ള ആ ഒരു പദവി കൂടെ എടുത്തുകൊണ്ട് അച്ഛൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അച്ഛൻ മാത്രമല്ല, ഞാൻ അല്ലേ സുപ്രീം സർജനും കൂടിയാണ്. അപ്പം സർജൻ നിങ്ങൾക്ക് മരുന്ന് നൽകുകയാണ്. എന്താണ് ആ മരുന്ന്? എന്നെ നിങ്ങൾ ഓർക്കും. ഇത് ഭഗവത്ഗീതയിലും ഈശ്വരൻ ഇത് പറയുന്നുണ്ട് വെച്ചാൽ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അല്ലേ? എല്ലാം വിട്ടിട്ട് എന്നെ മാത്രം ഓർക്കും. ആ ഒറ്റ ഓർമ്മയിൽ എത്രത്തോളം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ കാര്യം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി കൂടിക്കാഴ്ച നടത്താനായിട്ട് സാധിക്കും. എന്നെ ഓർത്താൽ മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലൂടെ മാത്രമേ സ്വത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്താ സ്വത്ത്? എന്ത് സ്വത്താണ് നേടേണ്ട അച്ഛനിൽ നിന്ന്? ആരോഗ്യം, ഗുണങ്ങൾ, ശക്തികൾ. നോക്കൂ, ആരോഗ്യം നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? ആത്മാവിൽ ഗുണങ്ങൾ കുറയുമ്പോൾ, ആത്മാവിൽ ശക്തികൾ കുറയുമ്പോൾ. അപ്പോഴാണല്ലോ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ സദ്ഗുണങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തെറ്റുകൾ നമ്മൾ ചെയ്യില്ല. അപ്പോൾ എന്തുണ്ടാവില്ല? ഈ പറയുന്ന അനാരോഗ്യത്തിന് കാരണം ഉണ്ടാവില്ല. ആരോഗ്യം ക്ഷയിക്കാൻ കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ഭയം, ഈർഷ്യ, അല്ലേ? ഇങ്ങനെയുള്ള കുറേ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാനുള്ള കാരണം. തെറ്റായ വഴിയിലൂടെ പോകുന്ന കാര്യമാണ്, അല്ലെ? ഞാനെന്നുള്ള അഹങ്കാരം, അല്ലേ? ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ യഥാർത്ഥമായ ഈശ്വരീയ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ഈശ്വരീയ ഗുണങ്ങളും ഈശ്വരീയ ശക്തികളും നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം ഈശ്വരൻ പറയുകയാണ്, ഇപ്പം എന്നെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്വത്ത് ലഭിക്കുകയുള്ളൂ. അച്ഛനെയും സ്വീറ്റ് ഹോമിനെയും നിങ്ങൾ ഓർക്കണം. ഏതാ സ്വീറ്റ് ഹോം? എവിടെയാണോ അച്ഛൻ വസിക്കുന്നത്. എവിടെയാണ് വസിക്കുന്നത്? അച്ഛൻ എവിടെ ഇരിക്കുന്നത്? തദ്ധാമം പരമം മമ എന്ന ഗീത പറയുന്നത്, അല്ലേ? ഏതാ എൻ്റെ വീട്? ആ പരമമായ ആ സുപ്രീം ധാമം, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ബ്രഹ്മലോകമെന്നോ ഒക്കെ നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്. സുപ്രീം എബോർഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലേ? അത് ഈ ലോകത്തിനും ഉപരിയായിട്ടുള്ള മറ്റൊരു ലോകം, അല്ലേ? ഈശ്വര എന്ന് പറയുന്നത് നമ്മൾ മുകളിലോട്ടല്ലേ നോക്കുക, അല്ലേ? ആ ഉപരിയായിട്ടുള്ള ലോകത്ത്. അതാണ് നമ്മുടെയും വീട്. അച്ഛൻ്റെ വീടാണ് നമ്മൾ മക്കളുടെയും വീട്. എങ്ങോട്ടേക്കാണോ നമുക്ക് തിരിച്ചു പോകേണ്ടത് അത് നമ്മുടെ ബുദ്ധിയിലുണ്ടായിരിക്കണമല്ലോ. അവസാനം തിരിച്ചെങ്ങോട്ടാണ് പോകണ്ടേ? അവനവൻ്റെ വീട്ടിലേക്ക് പോകണം. ഇത് നമ്മൾ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ശരീരം എടുത്ത് വേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഈ ശരീരം ഉപേക്ഷിച്ചേ സാധിക്കുള്ളൂ. തിരിച്ച് മോക്ഷം വേണ്ടേ? അതിനെ മോക്ഷം എന്ന് പറയാം, അല്ലേ? തിരിച്ചിവിടുന്ന് പോയേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു സമയത്ത് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറയുകയാണ്, എവിടെയാണോ പോകേണ്ടത് അത് നമ്മുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം. അച്ഛൻ മാത്രമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള സത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്കറിയാം, എന്നെ ഓർക്കാനുള്ള നിർദ്ദേശം നിങ്ങൾക്ക്, ആജ്ഞ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ കുറച്ച് സീരിയസ് ആകുക. ഇതുവരെ ഇങ്ങനെ ഇച്ചിരി ലൈറ്റായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ പറയാണ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് അല്ല ചെയ്യുന്നത്, പിന്നെയോ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്, എന്നെ നിങ്ങൾ ഓർക്കുക. അത് അനുസരിച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾ ആജ്ഞാനുവർത്തികളായിട്ട് മാറും. ഓക്കെ? അപ്പോൾ അത് ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തോന്നിവാസം ചെയ്യുന്നവരായിട്ട് അച്ഛൻ കണക്കാക്കും. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ആജ്ഞാനുവർത്തികളാകും. പുരുഷാർത്ഥം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന കർമ്മം. അത് നമ്മുടെ ആത്മ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് പുരുഷാർത്ഥം.
ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എന്താ? ദേഹാർത്ഥമാണ്. ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതുവരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ദേഹാർത്ഥം ചെയ്യുന്ന കർമ്മം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മ ഉന്നതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്കും ഗുണമുള്ളൂ, ലോകത്തിനും ഗുണമുള്ളൂ. ഓക്കെ. അപ്പം അച്ഛൻ പറയുകയാണ്, എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ആജ്ഞാനുവർത്തികളായിട്ട് മാറും. കുറച്ച് സമയം മാത്രം ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ കുറച്ചു മാത്രം ആജ്ഞാനുവർത്തികളായിരിക്കും നിങ്ങൾ. അപ്പം എത്ര കുറച്ച് ചെയ്യുന്നു അത്രയും അതിൻ്റെ റാങ്കും കുറവായിരിക്കും. ആജ്ഞാനുവർത്തികളായിരിക്കുക എന്ന് പറയുന്ന പദവിയും വളരെ ഉയർന്ന പദവിയാണ്. അച്ഛൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക എന്ന് പറയുന്ന പദവി, അതും വളരെ ഉയർന്ന പദവിയാണ്. എനിക്ക് ഒരിക്കലും പ്രായോഗികമായിട്ട് ഒരു അനുഭവം അങ്ങനെ ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സർദാർ ഉണ്ടായിരുന്നു, ഒരു സിഖുകാരൻ. ഞങ്ങൾ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല, 2-3 വയസ്സിൻ്റെ പ്രായവ്യത്യാസമേ കാണുള്ളൂ. അദ്ദേഹത്തിന് അന്ന് ഒരു വലിയൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. 3:30 മണിക്കാണ് സമയം തന്നിരുന്നത്. ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു മടി കാരണം എന്നോടും കൂടെ പറഞ്ഞു, ഞാനും കൂടെ ഒന്ന് കൂട്ടിന് ചെല്ലാമെന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഊണൊന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നേരത്തെ തന്നെ അവിടെ എത്തി. ഇപ്പം ഊണ് നേരത്തെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ടൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയമെടുക്കും. അപ്പം നേരത്തെ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫോൺ വരുന്നത്. അച്ഛൻ ചോദിച്ചു, ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറയുന്നത് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഊണ് കൊണ്ടുവരുന്നുണ്ട്, നീ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് ഇറങ്ങിയാൽ മാത്രമേ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്തിന് എത്താൻ പറ്റുള്ളൂ. കാരണം അവിടെ നേരത്തെ എത്തി പാസ് എടുക്കുകയും കാര്യങ്ങളൊക്കെ വേണം. അപ്പം സമയത്തിന് എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പം എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഊണ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ മീറ്റിംഗ് കാര്യങ്ങളും കംപ്ലീറ്റ് ക്യാൻസൽഡ്. അതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. ഇയാളുടെ അച്ഛൻ ഊണും കൊണ്ടുവന്നു. ഞങ്ങളിരുന്ന് ഊണ് കഴിച്ചു. 2-2:30 മണിയായി അത് കഴിയുമ്പോൾ. കാരണം ഇദ്ദേഹം വരാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് ഊണ് കഴിച്ചു. 2:30 മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടേക്കാ? അല്ല, മീറ്റിംഗ് ഇല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 കൂടെ കാറിൽ മീറ്റിങ്ങിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 4:30 മണി കഴിഞ്ഞു. 4:30 മണി കഴിഞ്ഞ് അവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളവിടെ റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ആരെയാണോ കാണേണ്ടത് ആ വ്യക്തി ഒരു മീറ്റിങ്ങിൽ എൻഗേജാണ്, 5 മണിക്കേ ഫ്രീ ആകുള്ളൂ. ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ അച്ഛൻ്റെ വാക്ക് അനുസരിച്ചിട്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെൻറ്റ് പോലും പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു ചിന്തയുമില്ല അങ്ങേർക്ക്, വളരെ നിശ്ചിന്തമായിട്ട് ആ ഒരു വിഷയമില്ല. എനിക്കറിയില്ല, അതൊരു വല്ലാത്തൊരു ഉറപ്പായിരുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ട അപൂർവം അങ്ങനെയുള്ള ഒരു സംഭവമാണത്. അപ്പം അതുപോലെ അച്ഛനിവിടെ നമ്മളോട് പറയുകയാണ്, എന്താ പറഞ്ഞേ? ആ ആജ്ഞാനുവർത്തി എന്നുള്ള പദവി വളരെ ഉയർന്ന പദവിയാണ്. അപ്പം മനുഷ്യർക്ക് പോലും, അല്ലേ, മനുഷ്യരുടെ ശരീരത്തിൻ്റെ അച്ഛൻ്റെ ഒരു ആജ്ഞ പോലും അത്രയും ആജ്ഞാനുവർത്തിയായിട്ട്, അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഒരു 10-15 വർഷത്തിന് ശേഷം ഞാൻ അയാളെ ഇപ്പം കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഡൽഹിയിൽ പോയപ്പോൾ അയാളെ കണ്ടിരുന്നു. അയാൾക്ക് അത്രയും അഭിവൃദ്ധി ഉണ്ടായിരിക്കും. എന്നോട് പറയുക, ഇന്നൊരു കുറവുമില്ല ഡോക്ടറെ, വന്ന് നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാമെന്നുണ്ടെങ്കിൽ പറയാം. വെച്ചാൽ ആ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. അന്ന് അവരത്ര വലിയ ധനികരൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇപ്പം അയാൾക്ക് വളരെയധികം ധനവും സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു വെച്ചാൽ, എന്നിട്ടും അത്രയൊക്കെ വലിയ അവസ്ഥയായിട്ട് പോലും ഞാൻ അവിടെ വന്നറിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നിരുന്നു വെച്ചാൽ വളരെ സ്നേഹത്തോടെ സംസാരിക്കുക, ഒരു 1-2 മണിക്കൂറോടെ ചിലവഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം കാണാനുണ്ട്. എപ്പോഴും ആ എളിമയും കാര്യങ്ങളൊക്കെ ആ വ്യക്തിയിലുണ്ട് താനും. ഓക്കെ. അപ്പം അച്ഛൻ പറയുകയാണ്, ഈ ആജ്ഞാനുവർത്തി എന്ന് പറയുന്നത് മോശം കാര്യമല്ല, ഇത് വളരെ ഉയർന്നൊരു പദവിയാണ്. അച്ഛൻ്റെ ആജ്ഞയാണ്
ഇനിയൊക്കെ സീരിയസ് കേട്ടോ. ഇതുവരെയൊക്കെ പറഞ്ഞൊക്കെ രസമൊക്കെ വിട്ടിട്ട് അച്ഛൻ്റെ ആജ്ഞയാണ്. ഇനി നമ്പർ ഇട്ട് പറയുക. ഒന്നാമത്തെ ആജ്ഞ എന്താ? ഞാനാകുന്ന അച്ഛനെ ഓർക്കണം. അത് ഒന്നാമത്തെ ആജ്ഞ. 2, അറിവ് ധാരണ ചെയ്യണം. ധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉറപ്പിക്കണം. അല്ലാണ്ട് വെറുതെ കുറേ ഇൻഫർമേഷൻ മാത്രം പോരാ. അത് അതിൻ്റെ സ്വരൂപമായിട്ട് അതിൻ്റെ പ്രയോഗ തലത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാക്കണം. ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, രൂപം മാറുക കക്ഷിയുടെ കേട്ടോ, ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഭഗവാൻ പറയുകയാണ്, എന്നെ ഓർക്കാമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാമയുടെ ആദി മധ്യ അന്തത്തെക്കുറിച്ച് മനസ്സിലാകും. ഈ മുഴുവൻ നാടകത്തിൻ്റെ മുഴുവൻ രഹസ്യവും നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിലൂടെ എന്നെയും നിങ്ങൾക്കറിയാൻ സാധിക്കും. പിന്നെയോ ഈ മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്തത്തിൻ്റെ രഹസ്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈശ്വരൻ ആരാ? അറിവിൻ്റെ സാഗരനാണ്. അപ്പോൾ ആ അറിവിൻ്റെ സാഗരനെ അറിയുന്നതിലൂടെ എന്ത് സാധിക്കും? മുഴുവൻ സൃഷ്ടിയുടെ രഹസ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ദിവ്യത കൈവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധി ഡിവൈനായി കഴിഞ്ഞാൽ, ദിവ്യമായി കഴിഞ്ഞാൽ അത് വിശാലമായിട്ട് മാറും. അവിടെ ഈ ചെറിയ അറിവും കാര്യങ്ങളും, നമ്മളിപ്പം നമുക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വായിച്ചും കണ്ടും മനസ്സിലാക്കുന്ന കുറേ അറിവാണ് അല്ലേ? ആ അറിവാണ്. അതിന് പരിമിതിയുണ്ട്. കാരണം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അല്ലേ, ബ്രെയിനിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണത് അല്ലേ? മറ്റേത് നമുക്ക് ഒരു ടച്ചിങ് കിട്ടുന്ന കണക്കാണ്. ഇപ്പോൾ ഈ ചിലപ്പം രോഗികളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഇന്ന മരുന്ന് എഴുതാം, അല്ലെങ്കിൽ ഇന്നതായിരിക്കും രോഗം എന്ന് തോന്നും. ആ തോന്നിക്കൽ എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ ബുദ്ധിയല്ല, അതൊരു തോന്നലാണ്. ഒരു പെട്ടെന്നൊരു തോന്നൽ പോലെ വരുമ്പം ആ തോന്നലാണ് സത്യമാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വിജയം വരിക്കുന്നത്. അതില്ലാതെ വെറുതെ പഠിപ്പിൻ്റെ ആധാരത്തിൽ മാത്രമാകുമ്പോൾ പരാജയം സംഭവിക്കും. ഒരിക്കലൊരു രാജവൈദ്യനെ കാണാൻ പോയിരുന്നു. അപ്പം 250 പേര് നിൽപ്പുണ്ട് മരുന്ന് വാങ്ങാനായിട്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു സൗഹൃദത്തിന് കാണാനായിട്ട് പോയതാണ്. ഇദ്ദേഹം ഫീസ് വാങ്ങില്ല, ജസ്റ്റ് ഇങ്ങനെ നാടി പിടിക്കും, ഒരു സെക്കൻഡ് കഷ്ടിച്ചൊരു കുറച്ച് നേരം മാത്രം. എന്നിട്ട് അങ്ങേർക്ക് ആരും രോഗമൊന്നും അങ്ങേരോട് പറയുമൊന്നും വേണ്ട, അതിനൊന്നും അങ്ങേർക്ക് സമയവും ഇല്ല, അത് കേൾക്കാനുള്ള ഇതൊന്നുമില്ല. അങ്ങേര് പിടിക്കും, അങ്ങേര് എന്നിട്ട് സംസാരിക്കും, അങ്ങേരെന്തെങ്കിലും പറയും, ആയിട്ട് മരുന്നും എഴുതും. അത് വേണേൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, അതല്ലേ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാം, അത് നിങ്ങളുടെ സൗകര്യം. സ്ഥലം വിട്ടോളാം. ഒരു കഷ്ടിച്ചൊരു മിനിറ്റിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അങ്ങേരുടെ കയ്യിൽ, കാരണം അതിന് മാത്രം തിരക്കാണ്. അപ്പം ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ, 35 വയസ്സുണ്ടാവും, അവരിങ്ങനെ വന്ന് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചോദിക്കുക, 2 തവണ അബോർഷനായല്ലേ എന്ന്. ഞാൻ കണ്ണുള്ളിപ്പോയി സത്യം പറഞ്ഞത്. കാരണം വെച്ചാൽ അതൊന്നും ഈ നാടിയിലൂടെ ഒന്നും മനസ്സിലാക്കാനുള്ള വെച്ചാൽ ഒരു സാമാന്യ യുക്തിക്ക് പറ്റുന്ന കാര്യമല്ല. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ചോദിക്കണേ. അവരാന്ന് പറഞ്ഞു. അതിനൊരു ടച്ചിങ് വേണം, ഒരു എവിടെയോ ഒരു ഈശ്വരീയത വേണം ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അതുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പറ്റില്ല. കാരണം അതൊന്നും നമ്മുടെ യാതൊരു ബുദ്ധിയുടെ ഇതിലും യുക്തിയുടെ ഇതിലും നമുക്ക് പഠിപ്പ് കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അത് ശരീരത്തിനുണ്ടാകുന്ന ഒരു മാറ്റം മനസ്സിലാക്കിയായിരിക്കും അവർ, പക്ഷേ എങ്കിൽ പോലും അത് ഇത്ര കൃത്യമായിട്ട് പ്രവചിക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതാണ് ഇവിടെ അച്ഛൻ പറയുന്നത് നമ്മളോട്. എന്താ പറഞ്ഞേ? നിങ്ങൾ അച്ഛനെ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് സാധിക്കും? നിങ്ങൾക്ക് മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യാന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അച്ഛനെ പോലെ തന്നെ നമ്മളും അത്രയും അറിവിൻ്റെ സാഗരമായിട്ട് മാറും. അപ്പം എന്നിലൂടെ
നിങ്ങൾ എന്നെയും അറിയുന്നു, പിന്നെ സൃഷ്ടിയുടെ ആദിമധ്യാന്തത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും മുഖ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. എടുത്തു പറയുകയാണ്, ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കണം. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കണം എന്നായിരിക്കണം. അറ്റൻഷൻ എന്ന് പറയുന്ന വാക്ക്, അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവില്ല. ഒരു എ ആഡ് ചെയ്താൽ മതി ടെൻഷൻ ഇല്ലാണ്ടാകണമെങ്കിൽ. ഇപ്പം ടെൻഷൻ ഇല്ലാണ്ടാണ് എന്ത് ചെയ്യണം? എന്ത് വേണം? അറ്റൻഷൻ വേണം. എന്ത് കാര്യത്തിലാണ് അറ്റൻഷൻ വേണ്ടത്? അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന കാര്യത്തിൽ. എന്താ പറഞ്ഞത്? അച്ഛൻ്റെ ഓർമ്മയിലിരിക്കാനുള്ള കാര്യം പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? പിന്നെന്താ പറഞ്ഞ്? രണ്ടാമതാ പറഞ്ഞ് ഈ അറിവ് ധാരണ ചെയ്ത് ഉറപ്പിക്കാൻ പറഞ്ഞു. ഓക്കെ, ഈശ്വരൻ പറയുന്ന അനുസരിച്ച് അതിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഉയർന്ന പദവി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കരുണാഹൃദയരായിട്ട് നിങ്ങൾ മാറണം. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ഏത്? അവരെയും കൂടെ. നിങ്ങൾ മാത്രം നന്നായാൽ പോരാ, ബാക്കിയുള്ളവരെയും അവർക്കും ശ്രേഷ്ഠമായ വഴി പറഞ്ഞു കൊടുക്കണം. അവരുടെയും മംഗളം ചെയ്യണം. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി ഈശ്വരൻ നമ്മളെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മൾ മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യാനല്ല പറയണം, അല്ലേ? നമ്മളും നേരെയാകണം. ആ നമ്മൾ നേരെയാകുന്ന ആ വഴി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അവരെയൊക്കെ യഥാർത്ഥമായ യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആ യുക്തി നിങ്ങൾ രചിക്കണം. യഥാർത്ഥമായ യാത്ര ഏതാ? അച്ഛൻ്റെ ഓർമ്മയാകുന്ന യാത്ര. ലോകത്ത് നമ്മൾ നടത്തുന്ന തീർത്ഥയാത്രകളൊക്കെ ഭൗതികമായ യാത്രകളാണ്. ഇത് ആത്മീയ യാത്രയാണ്. എങ്ങും പോകണ്ട ഇതിന്, അല്ലേ? നമ്മളെ മനസ്സുകൊണ്ട് ഈശ്വരനെ ഓർത്താൽ മതി. മന്മനാഭവ മദ്ഭക്ത എന്ന് ഗീതയിൽ പറയുന്നതും ഇത് തന്നെയാണ്. ഈ ആത്മീയ അറിവ് മറ്റാരുടെ പക്കലും ഇല്ല. അതൊക്കെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ളതൊക്കെ ഫിലോസഫിയാണ്. ഇത് സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയമായ അറിവാണ്. പരമമായ സുപ്രീമായിട്ടുള്ള ആത്മാവാണ് ഈ അറിവ് നിങ്ങൾക്ക് നൽകുന്നത്. ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി തന്ന് തിരിച്ച് അച്ഛൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആണ് ഈ അറിവ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി അച്ഛൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെ സമ്മറി അതും എഴുതുന്നുണ്ട്. കാരണം ഓർക്കാനായിട്ട് ഈശ്വര നിർദ്ദേശമനുസരിച്ച് പൂർണ്ണമായ അറ്റൻഷൻ കൊടുത്ത് തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. യഥാർത്ഥമായ യാത്രയിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകണം. കരുണാഹൃദയരായി മാറണം. രണ്ടാമത്, അച്ഛൻ്റെ എല്ലാ ആജ്ഞകളെയും പാലിക്കണം. പകുതി പാലിക്കാൻ പാടില്ല, അങ്ങനല്ല. അച്ഛൻ്റെ എല്ലാ ആജ്ഞകളും പാലിക്കണം. ഓർമ്മയുടെയും സേവനത്തിൻ്റെയും, ഏതാ സേവനം? മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്ന കാര്യം. ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ചാർട്ട് തീർച്ചയായിട്ടും വയ്ക്കണം. ഇനി ഒരു വരദാനം. സംശുദ്ധ ഹൃദയരായി
ഈശ്വരനെ പ്രത്യക്ഷമാക്കുന്ന യോഗയുക്തരായി ഭവിക്കട്ടെ. അച്ഛൻ്റെ ടൈറ്റിലാണ് ഹൃദയേശ്വരൻ എന്നുള്ളത്, അല്ലേ? ഈശ്വരനെ കുറിച്ച് നമ്മളെപ്പോഴും ഹൃദയേശ്വരൻ എന്ന് പറയാറുണ്ട്. സംശുദ്ധ ഹൃദയമുള്ള കുട്ടികൾ, അവരുടെ മേൽ ഭഗവാൻ സംപ്രീതനാകുന്നു. ഹൃദയം കൊണ്ട് നിങ്ങൾ അച്ഛനെ ഓർക്കാമെന്നുണ്ടെങ്കിൽ സഹജമായിട്ട് തന്നെ ബിന്ദുവായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ബിന്ദു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ലൈറ്റ്. നമുക്ക് ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് മാറി നമ്മളൊരു പോയിന്റ് ഓഫ് ലൈറ്റാണ്, അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ അച്ഛൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് പാത്രമായിട്ട് മാറുകയും ചെയ്യും. സത്യതയുടെ ശക്തിയിലൂടെ സമയാനുസരണം അവരുടെ ബുദ്ധി യുക്തിയുക്തവും യഥാർത്ഥവും ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാവുകയും അത് സ്വതവേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയും അവർക്ക് ചെയ്യും. അപ്പോൾ സത്യമായ എന്തുണ്ടാവണം? സത്യതയുടെ ശക്തിയിലൂടെ സമയാനുസരണം നമ്മുടെ ബുദ്ധിയിലേക്ക് വേണ്ട യുക്തികളും, അല്ലേ, ആ യഥാർത്ഥ കാര്യം സ്വയം ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതും നമുക്ക് സ്വയമേവ തോന്നാൻ ഇടവരും എന്ന് അച്ഛൻ പറയാം. ഭഗവാനെ സംപ്രീതരാക്കി കഴിഞ്ഞാൽ ആക്കിയിട്ടുള്ളത് കാരണം അവരുടെ എല്ലാ സങ്കല്പവും വാക്കും കർമ്മവും യഥാർത്ഥമായിട്ട് മാറും. കാരണം ആ കണക്ഷൻ കൃത്യമായത് കാരണം എന്താവും? നമ്മളുടെ ഓരോ സങ്കല്പവും വാക്കും പ്രവൃത്തിയുമെല്ലാം നമ്മളല്ല അവിടെ ചെയ്യുന്നത്, നമ്മളിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബൈബിളിലൊക്കെ ഉള്ള ഓരോ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും അത് നമുക്ക് എല്ലായിടത്തും അങ്ങനെയുള്ള എക്സാമ്പിൾസ്. ഒരിക്കൽ ബൈബിളിലൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗലീലി കടലെടുക്കാണെന്ന് തോന്നുന്നു. അത് ക്രോസ് ചെയ്യുന്ന സമയത്തിട്ട് വായിച്ചിട്ടുണ്ടോ ബൈബിള്? ഇല്ല. അപ്പം അതിൽ യേശുവും ശിഷ്യന്മാരും കൂടെ ഒരു എന്ന് വെച്ചാൽ കടലെടുക്കുക, അത് ക്രോസ് ചെയ്യുകയാണ്. അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ശക്തമായിട്ട് കാറ്റടിക്കുകയാണ്. കാറ്റടിച്ച് തിരമാലകളൊക്കെ വളരെ ഉയരത്തിലേക്ക് വരികയാണ്. അപ്പം എന്തോ പ്രഭാഷണം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ക്ഷീണം കൊണ്ട് യേശു ഉറങ്ങുകയാണ്. ശിഷ്യന്മാരാണിത് വള്ളം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഇത്രയും തിരമാലയും കാറ്റും എല്ലാം കണ്ട് ഇവർ പരിഭ്രാന്തരായിട്ട് യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. ഗുരുവിനെ വിളിച്ചുണർത്തുകയാണ്. ഉണർത്തിക്കഴിഞ്ഞ് ഗുരുവിനോട് കാര്യം പറയണത്, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയാം. അപ്പം ഗുരു കാറ്റിനെയും, അതായത് യേശു കാറ്റിനെയും തിരമാലകളെയും ശാസിക്കുന്നതായിട്ടും ശിഷ്യന്മാരെയും ശാസിക്കുന്നതായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്ന വാചകമുണ്ട്, നിങ്ങൾക്ക് ഒരല്പം പോലും വിശ്വാസമില്ലേ. ആരുടെ പുറത്തുള്ള വിശ്വാസമാണ്? അച്ഛൻ്റെ പുറത്തുള്ള വിശ്വാസം. അതാണ് വീണ്ടും വീണ്ടും എപ്പോഴും യേശു സംസാരിക്കുമ്പോൾ ഐ ആം സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ഞാൻ ഈശ്വരൻ്റെ പുത്രനാണ്. ഈ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മളോട് ഈശ്വരൻ പറഞ്ഞത്, ഞാൻ ഈശ്വരൻ്റെ സന്തതിയാണ്. അപ്പോൾ ഈശ്വരൻ്റെ സന്തതിയാണ് ഞാനെന്ന് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു അനർത്ഥവും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുക? ഈശ്വരൻ സർവ്വമംഗളകാരിയല്ലേ. എൻ്റെ അച്ഛൻ സർവ്വമംഗളകാരിയാണെങ്കിൽ എനിക്കങ്ങനെ അനർത്ഥം സംഭവിക്കുക? ഒരിക്കലും സംഭവിക്കില്ല. ആ നിശ്ചയമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ പറയുകയാണ്, ഭഗവാനെ സംപ്രീതരായി കഴിഞ്ഞാൽ അവരുടെ സങ്കല്പവും എല്ലാ സങ്കല്പവും വാക്കും കർമ്മവും യഥാർത്ഥമായിരിക്കും, അല്ലേ? അതിനകത്തൊരിക്കലും ഒരു കുഴപ്പമുണ്ടാവില്ല. അവർ രഹസ്യയുക്തരും, മുഴുവൻ എല്ലാ രഹസ്യങ്ങളും, അല്ലേ, മറ്റുള്ളവർക്കറിയാത്ത എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാൻ സാധിക്കും. യുക്തിയുക്തരായിരിക്കും, യോഗയുക്തരായിട്ട്. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ യോഗയുക്തരായിട്ട് അവർ മാറും. അച്ഛൻ്റെ സ്നേഹത്തിൽ സദാ ലയിച്ചു ചേരാമെങ്കിൽ
അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും നിങ്ങൾ രക്ഷ പ്രാപിക്കും. അച്ഛൻ്റെ സ്നേഹത്തിൽ സദാ ലയിച്ചു ചേരാമെങ്കിൽ അനേക പ്രകാരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും ചതിവുകളിൽ നിന്നും രക്ഷ പ്രാപിക്കും. ഇതാണ് ഇന്നത്തെ അച്ഛൻ്റെ കത്ത്. ഇപ്പോൾ ദിവസവും കത്തെഴുതിയാൽ എന്തുണ്ടാവും? ഇങ്ങനെ കുറേ ഗുണമുണ്ടാവും. കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അല്ലേ? കുറേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ? അതിൻ്റെ ഒരു പ്രിയോറിറ്റി ഒക്കെ മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ എവിടെയാണ് കുറവ് പറ്റിയത്? അല്ലേ? എന്ത് പറ്റിയത്? അച്ഛൻ്റെ ഓർമ്മ എവിടെയോ കുറഞ്ഞു പോയി. നമ്മൾ ഈ ഭൗതികമായ ലോകത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു. ഇതൊന്നും ചെയ്യേണ്ടല്ലോ, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ചികിത്സിക്കുമ്പോഴത്തേക്ക് ഞാനല്ല ചികിത്സിക്കുന്നത്. എനിക്ക് ഒരാളുടെ രോഗം മാറ്റാനുള്ള കഴിവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലായിക്കൊണ്ട് അവിടെ ഈശ്വര നിശ്ചയത്തിന് നിമിത്തമായിട്ട് എന്നെക്കൊണ്ടാകുന്ന എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഈശ്വരൻ എന്താണ് നൽകിയിട്ടുള്ളത് അത് ഉപയോഗിക്കാനുള്ള പരമാവധി ശ്രമം ഞാൻ നടത്തും. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അസുഖം, ഇതിലേക്കൊന്നും ഞാൻ പോകാതിരിക്കുക. എനിക്ക് എന്നെ എന്തിനാണോ നിമിത്തമാക്കിയിരിക്കുന്നത് അത് ആ പൂർണ്ണമായ ഓർമ്മയിലൂടെ അത് ചെയ്യുക, ചെയ്ത് പുറകോട്ട് മാറുക. അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. എന്താണോ സംഭവിക്കേണ്ടത് അത് വേണ്ട രീതിയിൽ മംഗളകരമായിട്ട് സംഭവിച്ചോളൂ. അവർക്കും നന്മയുണ്ടാവും, നമുക്കും നന്മയുണ്ടാവും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ അനേക നാളായിട്ട് ഞാൻ അമ്മയാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മാവനാണ്, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പൊസിഷനിലിരിക്കുന്നവരാണ് എന്നുള്ള ഒരു ദേഹത്തിൻ്റെ ബോധത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇനി അതൊക്കെ വിട്ടിട്ട് ഞാൻ ഈശ്വരൻ്റെ സന്തതിയാണെന്നുള്ള യഥാർത്ഥമായ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. അതിലേക്ക് നമ്മൾ വരണം. അതിൻ്റെ അപ്പുറത്ത് ഒരു പദവിയും ഇല്ല, അല്ലേ? സർവശക്തനായ ഈശ്വരൻ്റെ സന്തതിയാണ് ഞാൻ. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ബാക്കി എല്ലാ പദവികളും അതിൻ്റെ മുമ്പിൽ തുച്ഛമായിട്ടുള്ള പദവികളാണ്. അപ്പോൾ നമുക്കൊരിക്കലും അഹങ്കാരം വരികയില്ല. ഓക്കെ, ഇന്ന് തൊട്ട് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. പതുക്കെ കുറച്ച് സമയമെടുക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു 21 ദിവസത്തെ പ്രാക്ടീസ് വേണേൽ നമുക്ക് ചെയ്യാം, ഒരു 21 days. കാരണം ശാസ്ത്രീയമായിട്ടും പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംസ്കാരം നമ്മളിലേക്ക് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 21 days എങ്കിലും 40 ദിവസം ചെയ്യാൻ പറ്റിയ വലിയ ഉപകാരം. പക്ഷേ കുറഞ്ഞ പക്ഷം ഒരു മിനിമത്തിൽ പറയും. ഈ 40 ദിവസം വ്രതമൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ മലയ്ക്ക് പോകാനൊക്കെ 40 ദിവസം വ്രതം പറയില്ല, അത് അതിന് വേണ്ടിയാണ് പറയുന്നത്. കാരണം അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം ആയിട്ട് ഉറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ദിവസം വേണം. പക്ഷേ അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു 21 days എങ്കിലും ചെയ്താൽ നമുക്കത് കുറച്ചൊക്കെ ഉറച്ചു വരും. ഒരു 21 days നമുക്ക് ഈ ഒരു അഭ്യാസം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവരോട് ചോദിക്കാം, 1 മണിക്കൂറെങ്കിലും വരാനുള്ള ഒരു അനുവാദം കിട്ടുമെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് ഒരു 21 days ഇതൊരു പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറും. അച്ഛൻ്റെ ഓർമ്മയിലിരുന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമുക്ക് അത് പിന്നെ ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ആ ഒരു ശീലം വരുത്തിയെടുക്കണം. വരുത്താൻ നമ്മൾ ശ്രമിച്ചാലേ പറ്റുള്ളൂ, അല്ലാണ്ട് വരില്ല, തന്നെത്താൻ വരില്ല. കാരണം ഇപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ പോയ ഉടനെ ഒരു ചായയും എടുത്തേ എന്ന് പറയും. എന്നുവെച്ചാൽ ആ ശീലം അങ്ങനെയാണല്ലോ കിടക്കണേ, അല്ലേ? അത് മറ്റൊരു ആത്മാവാണ്, ഈശ്വരൻ്റെ സന്തതിയാണ്. ആ കൺസിഡറേഷൻ നമ്മൾ കുറച്ചേ കൊടുക്കുള്ളൂ. അല്ലെ നമ്മൾ മക്കളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നീ അത് ചെയ്താൽ മതി എന്ന് പറയുമ്പം നമ്മളൊരു സാധനം അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ ആ രീതിക്കൊക്കെ കുറേ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം മറ്റൊരു സോളിനോട്,
പറയേണ്ടെന്നില്ല. അവരെ നേർവഴിക്ക് നയിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഉപദേശിക്കുകയും ചെയ്യാം. പക്ഷേ നിർബന്ധ ബുദ്ധി ഒട്ടും പറ്റില്ല. കാരണം ഓരോ ആത്മാവും അവർക്ക് നിശ്ചയിച്ചുറപ്പിച്ച ഒരു കർമ്മപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. ശരീരം എടുത്ത സമയത്ത് തന്നെ മുൻകൂട്ടി തീരുമാനിച്ചതാണത്. അത് മാറ്റാൻ നമുക്ക് പറ്റില്ല, അവർക്കും പറ്റില്ല. ആ സത്യം കൂടെ മനസ്സിലാക്കണം. അവർക്കും പറ്റില്ല, കാരണം അത് നേരത്തെ തീരുമാനിച്ചതാണ്. ശരീരം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രകൃതിയുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാവും. എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശരീരം ആവശ്യമുണ്ട്, ഇത്ര നാളത്തേക്ക്, അല്ലേ? കാരണം ശരീരം നമ്മുടെ അല്ലല്ലോ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ, അല്ലേ? പ്രകൃതി നമുക്ക് തരുന്നതല്ലേ. തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഈ പ്രകൃതിക്ക് നമ്മൾ തിരിച്ച് കൊടുത്തിട്ടാണ് പോണേ, അല്ലേ? അതോ കൊണ്ടുപോകും? ഇല്ല. ഇതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത്. അതായത് ഞാനാകുന്ന ഊർജം, അത് മാത്രമേ ഉള്ളൂ നമ്മൾ. ബാക്കി സാധനം ഇവിടെ നിന്ന് കിട്ടിയതാണ്. അത് തിരിച്ച് ഇവിടെ തന്നെ കൊടുക്കണം, തിരിച്ചു പോകാൻ വേണം. ഇവിടെ ഉള്ളതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നു, ഇത് ഇവിടത്തെയാണ്. ഈ മൈക്ക് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നു, ഇവിടത്തെയാണ്. ഇതൊന്നും പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അനുഭവിക്കാം. അനുഭവിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടേതല്ല. ഇപ്പോൾ നമ്മളീ പറയുന്ന ഈ പറമ്പ് എൻ്റെ ആണെന്നോ അല്ലെ വീട് എൻ്റെ ആണെന്നൊക്കെ പറയുന്ന ഈ എൻ്റെകളൊന്നും യഥാർത്ഥത്തിൽ എൻ്റെ അല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ മുൻജന്മ പുണ്യം കൊണ്ട് അനുഭവിക്കാൻ യോഗം കിട്ടിയ സാധനങ്ങളാണ്. അതെത്രത്തോളം അനുഭവിക്കാൻ യോഗമുണ്ടോ അത്രയും അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനും യോഗം വേണം. ഇതുണ്ടായിട്ടും കാര്യമില്ല. ഈ ഞങ്ങൾ മൗണ്ട് അബൂലെ കണ്ടിട്ടുണ്ട്. മൗണ്ട് അബു എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. രാജസ്ഥാനിലെ ഏക എന്താ പറയുക ഹിൽ പ്രദേശമാണ്, പർവ്വത പ്രദേശമാണ്. അവിടെ ലാൻഡിന് വളരെ കോടികളുടെ വിലയാണ്. കാരണം വെച്ചാൽ പർവ്വതത്തിൻ്റെ മുകളിൽ കുറച്ച്, ഇപ്പം നമ്മൾ ഊട്ടിയൊക്കെ പോലെ തന്നെ, ഊട്ടി പോലെ ഒരു സ്ഥലം. അപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോഴത്തേക്ക് നല്ല വിലയുണ്ട് സ്ഥലത്തിന്. അപ്പോൾ അവിടെ വലിയ വലിയ പണക്കാർക്കൊക്കെ വീടുണ്ട്, അവരുടെ ബംഗ്ലോ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ചിലപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ഊട്ടിയിലൊക്കെ അവർ വില്ലയൊക്കെ വാങ്ങിച്ചിടുമല്ലോ, അതുപോലെ. ഇത് അവരാരെങ്കിലും പോയി താമസിക്കാനാണോ? ഒന്നുമില്ല. ഇവർക്കതിനൊന്നും സമയമില്ല അവിടെ പോയി താമസിക്കാനൊന്നും. കാരണം ഇവരുടെ പണം കൊണ്ട് ഇവർ വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇതുപോലെ മൗണ്ട് അബൂലും ഇങ്ങനെ വലിയ ബംഗ്ലാവൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. ചിലപ്പോൾ വർഷത്തിലൊരു 5 ദിവസം വരും, അല്ലെ ഒരാഴ്ച വരും, അത്രയൊക്കെ ഉള്ളൂ. അത് കൂടുതലൊന്നും വന്ന് നിൽക്കാനൊന്നും ഇവരുടെ ആരുടെയും സമയമില്ല. അപ്പോൾ ഈ ബംഗ്ലാവ് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവിടെയുള്ള ആദിവാസികളുണ്ട്. അതുവരെ ഇതിനു മുമ്പ് വരെ കുടിലി കഴിഞ്ഞുകൊണ്ടിരുന്നവർ. ഇപ്പോൾ അവരെയൊക്കെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ അടുത്ത തലമുറ അവരൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. കാരണം ഇവർക്ക് ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് കാറുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതെല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് കറങ്ങി കിടക്കണം മുഴുവൻ ആരാ? അവിടെയുള്ള ആദിവാസികളാണ്. കാരണം ഇത് കാറ് വെറുതെ ഇട്ടാൽ ഒരു വർഷം വെറുതെ കിടന്നാൽ ഇത് ഡൗൺ ആയി പോകത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഇത് ഉരുട്ടണം, അല്ലേ? കറങ്ങി തിരിച്ചു കൊണ്ടുവരണം, ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനകത്ത് AC വർക്ക് ചെയ്യണം, എല്ലാം നോക്കണം. ഇപ്പം ഈ വലിയ വീട്ടിൽ, ഈ ബംഗ്ലാവിൽ ഈ കാറും ഒക്കെ ആയിട്ട് കഴിയുന്ന 365 ദിവസത്തിൽ 360 ദിവസം കഴിയുന്ന ആരാ? ഇവരാ. ഇന്നലെ വരെ കുടിലി കഴിഞ്ഞുകൊണ്ടിരുന്നവരാ. 5 ദിവസമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് കഴിയുന്നത്. അപ്പോൾ അതാ പറഞ്ഞ ഉള്ളതായിട്ടും കാര്യമില്ല. ഇത് അനുഭവിക്കാനുള്ളൊരു യോഗം കൂടെ വേണം. അപ്പോൾ അവർക്ക് യോഗം വന്നു, അവരുണ്ടാക്കിയല്ല. അവിടെ കഴിയുന്നതിന് അവർക്ക് കാശും കിട്ടുന്നുണ്ടേ, ശമ്പളമുണ്ടേ. അതും ആലോചിച്ച് നോക്കുക. ഈ റോയൽ ലൈഫ് ജീവിക്കുന്നതിനുള്ള ശമ്പളവും കൂടെ കിട്ടുന്നുണ്ട് അവർക്ക്. എത്ര ഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അല്ലേ? അല്ല, അവർ ജോലിക്കാരല്ലേ, അപ്പോൾ അവർക്ക് ശമ്പളമുണ്ട്. എന്തേ? അങ്ങോട്ട് പോയാലോ? അപ്പം അങ്ങനെ ഇത് ഒരിടത്തല്ലത്, ഒരുപാട് സ്ഥലത്ത് നമുക്കിങ്ങനെയുള്ള അത്ഭുതകരമായ കാഴ്ച കാണാൻ പറ്റും. ചിലപ്പോൾ ഇതുപോലെ ഇപ്പം ഈ ഡയബറ്റിക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്കും പ്രശ്നമുണ്ടേ. അവർ ഈ ചില കുടുംബത്തെ കാണാം, ഭാര്യയൊക്കെ മരിച്ച അവസാനം ഈ ഒറ്റപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇയാൾ ഷുഗറുമാണ്, ആരെങ്കിലും വേലക്കാരെ നിർത്തും. അപ്പോൾ അയാൾ രാവിലെ ഒരു കൂട്ടക ഇഡ്ഡലി പുഴുങ്ങി ഇയാൾക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ, ഇയാൾക്ക് ഷുഗറല്ലേ, ഒരു 2 എണ്ണം മേശപ്പുറത്ത് വെച്ച് കൊടുക്കും. ബാക്കി മുഴുവൻ അവൻ നിലത്തിരുന്ന് കഴിക്കും.
അവൻ വയറ് നിറയെ കഴിക്കും. ഈ പാവം ഇത് കണ്ണ് കൊതി കിടക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അപ്പം മുതൽ ഇയാളുടെ ആണെങ്കിലും അത് തൽക്കാലം ആളിക്കൊണ്ടിരിക്കുന്നത് അയാളാണ്, അല്ലേ? അപ്പം മുതലാളി അയാളാണ്, നിലത്തിരുന്ന് കഴിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് സ്വരുക്കൂട്ടുന്നു എന്നുള്ളത് മാത്രം പോരാ, എന്ത് അനുഭവിക്കുന്നു എന്നുള്ളതും ആ അനുഭവിക്കാനുള്ള യോഗവും കൂടെ വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം അതിന് ഒരു ഈശ്വരാനുഗ്രഹം ഇല്ലാണ്ട് സാധിക്കില്ല, അല്ലേ? അപ്പോൾ ഒക്കെ സമ്പാദിച്ചു കൂട്ടാൻ നമുക്ക് പറ്റും, ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയും ശക്തിയൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടും. പക്ഷേ അത് അനുഭവിക്കാനും കൂടെ നമുക്ക് യോഗം ഉണ്ടാവണം. അപ്പം അത് കാരണം അച്ഛൻ പറയുന്ന വഴിയിലൂടെ നടന്ന്, അല്ലേ, ബാക്കി കാര്യങ്ങൾക്കൊക്കെ എല്ലാം നമ്മൾ ചെയ്യും, എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും എന്നാൽ ആ കർമ്മങ്ങളിൽ നിന്നൊക്കെ നിസ്സംഗരായിട്ട്, അല്ലേ, അതിൽ നിന്നൊക്കെ വേർപെട്ട് നിന്ന് നിസ്സംഗതയോടെ, അല്ലേ, എന്നെ ഏൽപ്പിച്ചു ഞാനത് ചെയ്യും, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സ്നേഹത്തോടെ ചെയ്യുന്നു അതെല്ലാം. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഓക്കെ, എന്തു പറയുന്നു? പ്രാക്ടീസ് ചെയ്യുമോ? ഇന്നോട്ട് തുടങ്ങണം. ചാർട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ, എത്ര നേരം അച്ഛൻ്റെ ഓർമ്മയിൽ ഇരിക്കാൻ പറ്റുമെന്ന് അതിൻ്റെ ചാർട്ടും എഴുതണം. അപ്പോൾ നാളത്തേക്കുള്ള ഹോംവർക്ക് ഞാൻ തരണ്ടല്ലോ, ഓൾറെഡി അച്ഛൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നാളെ ആ ഹോംവർക്ക്, അപ്പോൾ നാളെ 2 ഹോംവർക്കായി. 1 അച്ഛന് കത്തെഴുതണം, 2 ചാർട്ട് വേണം. അച്ഛൻ നിങ്ങൾക്ക് കത്തെഴുതിയപ്പോൾ പിന്നെ അങ്ങനല്ലേ പറഞ്ഞു? ആ ചോദിച്ചോ. ആ മൈക്ക് വേണോ? പറ. അത് മൈക്ക് വയ്ക്കാം. അപ്പോൾ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആയിക്കോട്ടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത്. പരമശക്തി ഓർ പരമാത്മാവ്, അപ്പോൾ പ്രകൃതിക്കും പരമാത്മാവും വ്യത്യാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ റിപ്ലൈ ഒന്ന് അറിയണം. ഓക്കെ. 1. 2, ഈ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ വിധി നിർണയിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ നോൺ ഫാക്ട്. അത് കുറച്ച് മനസ്സിലായവർക്ക് അറിയും. അപ്പോൾ ജനങ്ങൾക്ക് ഇടയിലൊരു സംശയം, അങ്ങനെ വിധി നിശ്ചയിച്ചു എങ്കിൽ എന്തിനാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ വിധി നിശ്ചയിച്ചു കഴിഞ്ഞു, ഇനി ഇന്നതാണെന്ന് പറഞ്ഞ് നിശ്ചയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിന് പ്രവർത്തിക്കണം? അത് ആ നിശ്ചയിച്ച പ്രകാരം നടക്കില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ഉണ്ടാകാം. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. 1, 2 ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്താൽ ഓക്കെ ചെയ്യാം, ഉപയോഗമായിരിക്കും. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഈശ്വരനും പ്രകൃതിയും ഒന്നാണെന്നുള്ളത്, അല്ലേ? ഇരുന്നുള്ളൂ. ഈശ്വരനും പ്രകൃതിയും ഒന്നാണെന്നുള്ള ചോദ്യം. അല്ല, തീർച്ചയായിട്ടും അല്ല. പ്രകൃതി ജഡമാണ്. പ്രകൃതി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഈ നമ്മുടെ ചുറ്റുമുള്ള സാധനം. പഞ്ചഭൂതങ്ങളാൽ. ഈശ്വരൻ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾക്കും ഉപരിയായിട്ടുള്ള സാധനം, 6ാമത് തത്വമാണ്. 5 തത്വങ്ങൾ ഈ ഭൂമിയിലും 6ാമത് തത്വത്തിൽ വസിക്കുന്ന ആളായിട്ടാണ് ഈശ്വരൻ. ഈ തത്വങ്ങൾക്ക് ഉപരിയായിട്ടുള്ളതാണ്. ഈ തത്വങ്ങളിലേക്ക്, അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നുണ്ട്, ഈ പ്രകൃതിയെയും ഞാൻ വരുതിയിലാക്കിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ ഇതിൻ്റെ കൺട്രോളിലല്ല, ഇതിനെയും വരുതിയിലാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈശ്വരൻ ഈ തത്വങ്ങൾക്കും ഉപരിയായിട്ടുള്ള ആണ്. അത് സുപ്രീം പവറാണ്. പ്രകൃതി ഈ നമ്മുടെ പഞ്ചഭൂതങ്ങൾ. അടുത്ത 2ാമത് ചോദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ പറഞ്ഞത്
നമ്മുടെ വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു, പിന്നെ എന്തിനു നമ്മൾ കർമ്മം ചെയ്യണം? സ്വാഭാവികമായ ചോദ്യം. പക്ഷെ വിധി എന്തിൻ്റെ ആധാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടത്? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ നാളത്തെ നമ്മുടെ വിധി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് സംശുദ്ധമായ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നാളത്തെ വിധിയും മോശമാകാം. അപ്പം ഇന്നത്തെ വിധി മോശമാണോ നല്ലതാണോ എന്ന് തീരുമാനിച്ചത് ഇന്നലത്തെ നമ്മുടെ കർമ്മങ്ങളാണ്. നാളത്തെ നമ്മുടെ വിധി മോശമാണോ നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ കർമ്മമാണ്. അപ്പം അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് കർമ്മയോഗിയാകുമെന്ന് അർജുനോട് ഈശ്വരൻ പറഞ്ഞത്. കർമ്മം ചെയ്തേ പറ്റൂ. അത് നിനക്ക് ചെയ്യാനുള്ളതാണ്, നീ ചെയ്തേ പറ്റൂ. ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ നാളുകൾ ശ്രേഷ്ഠമായിട്ട് മാറും. ഇന്നലെ നീ ചെയ്തത് ശ്രേഷ്ഠമായ കർമ്മമാണെങ്കിൽ ഇന്ന് ശ്രേഷ്ഠമായിരിക്കും. ഇന്നലെ മോശമായ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരും. ഓക്കെ, ഈശ്വരൻ ഈ കാര്യത്തിൽ ഇടപെടില്ല. അത് കർമ്മ ഫിലോസഫിയാണ്. നമുക്ക് അതിൻ്റെ ഒരു സെഷനുണ്ട്, കർമ്മത്തിൻ്റെ ഗൂഹ്യഗതിയെക്കുറിച്ച് ഒരു സെഷനുണ്ട്. അതിൽ കുറച്ചുകൂടെ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കും. ഈശ്വരൻ ഒരു ജഡ്ജ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്തത് അതിനനുസരിച്ചുള്ള ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? പ്രകൃതിയാണ് ജഡം, ജീവജാലങ്ങളെല്ലാം ചൈതന്യമാണ്. അതെ, ഓക്കെ. ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളത് ഉണ്ടാവുന്നില്ല, ശരിയാണ്. നമ്മൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശരീരം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന ചൈതന്യ ആത്മാവ് പുറത്തുനിന്ന് വന്ന് പ്രവേശിക്കുക ചെയ്യുന്നത്. അതുതന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ആ ജീവജാലങ്ങളിൽ കാണുന്ന ചൈതന്യം വേറെയാണ്, അത് പ്രകൃതിയല്ല. പ്രകൃതി അവയ്ക്ക് കൊടുത്തിരിക്കുന്ന രൂപം മാത്രമാണ്. ആ ജീവജാലങ്ങൾ, ഇപ്പം നിങ്ങൾ പൂച്ചയാണെങ്കിലും മനുഷ്യനാണെങ്കിലും അതിന് ശരീരം ലഭിച്ചതാണ് പ്രകൃതിയിൽ നിന്ന്. അത് ജഡമാണ് ശരീരം. അത് തിരിച്ച് ജഡപ്രകൃതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ അതിലിരിക്കുന്ന ചൈതന്യം, അത് ഈ രണ്ടും രണ്ടായിട്ട് കാണണം. ഒന്ന് ഊർജമാണ്, മറ്റേത് മാറ്ററാണ്, ദ്രവ്യമാണ്. അപ്പം ദ്രവ്യം വേറെയാണ്. ദ്രവ്യം ദ്രവ്യത്തിലേക്ക് തിരിച്ച് പോകും, ഊർജം ഊർജത്തിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ പരമമായ ഊർജത്തിലേക്ക് നമുക്ക് തിരിച്ചെത്തിയേ പറ്റുള്ളൂ. അതാണ് നമ്മൾ മോക്ഷത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പ്രകൃതി ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ഭൂമി എങ്ങും പോകുന്നില്ല, ഇതിവിടെ തന്നെ ഉണ്ട്. നമ്മളാണ് മോക്ഷത്തിലേക്ക് പോകുന്നത്. വ്യക്തമായോ? കുറച്ചുകൂടെ വ്യക്തമാകാനുണ്ടല്ലേ? കുറച്ചുകൂടെ ദിവസങ്ങൾ ഇത്, കാരണം ഇതൊക്കെ കുറച്ച് കൂടുതൽ ഗഹനമായ കാര്യങ്ങളാണ്. കുറച്ചുകൂടെ നമ്മൾ, അതിനെ ഞാൻ പറഞ്ഞ കുറച്ച് ദിവസം നമ്മളിത് ചിലപ്പോൾ നാളത്തെ ക്ലാസ്സിൽ, ചിലപ്പോൾ നാളത്തെ കത്തിൽ ചിലപ്പോൾ അച്ഛൻ ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നിരിക്കുക. ഇന്നിപ്പോൾ കുറച്ച് ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, നാളെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചിലപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ആശയവിനിമയം നടത്തി കഴിയുമ്പോൾ ഇത് കാര്യങ്ങൾ ക്ലിയർ ആവും. ആ മൈക്കെടുത്തോളൂ. ഇപ്പോൾ എനിക്ക് ആ സംശയം തീരാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈശ്വരൻ എന്നുള്ള പരമശക്തി എൻ്റെ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ആൻഡ് പരമപിതാവ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എനിക്കൊരു ധാരണ, ഇറ്റ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി പരാശക്തി. എന്താണെന്ന് വെച്ചാൽ പരാശക്തിയുടെ ഇഷ്ടപ്രകാരമാണ് പ്രകൃതി ചലിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ ചലനവും പ്രകൃതിയുടെ സ്തംഭനവും പരാശക്തിയിൽ അധിഷ്ഠിതമാണ് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് നല്ലത് പറഞ്ഞിട്ടാണ് ഞാൻ. അതെ, അത് സാറ് പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ കുറച്ച് ക്ലാരിറ്റി ആ കാര്യത്തിൽ വേണ്ടി വരും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു നമ്മൾ ആജ്ഞാനുവർത്തികളാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ നാളെ ആജ്ഞാനുവർത്തികളായിട്ട് അച്ഛൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ അച്ഛൻ്റെ കൺട്രോളിലാണോ? അല്ല.
അതിൻ്റെ അർത്ഥം നമ്മൾ അച്ഛൻ്റെ കൺട്രോളിൽ ആണെന്നല്ല. അച്ഛൻ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അനുസരിക്കാതെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ അതോടൊപ്പം തന്നെയുണ്ട്. പ്രകൃതി ഈശ്വരേച്ഛ നടപ്പാക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രകൃതി ഈശ്വരൻ്റെ നിയന്ത്രണത്തിലല്ല. ഈശ്വരേച്ഛ അനുസരിച്ചാണ് പ്രകൃതി ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പം നമ്മളും ഈശ്വരേച്ഛ അനുസരിച്ച് ജീവിച്ചാൽ നല്ലതാണ്. ഈശ്വരേച്ഛ അനുസരിക്കുന്നു എന്ന് പറയുന്നിടത്തോളം ആ സമയത്ത് തന്നെ ഈശ്വരേച്ഛ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഇതാണ് ഈശ്വരൻ്റെ മഹത്വം. ഈശ്വരൻ ഒരിക്കലും നിർബന്ധ ബുദ്ധി അല്ല. കാര്യങ്ങൾ പറയും, സർവശക്തനുമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് വേണമെങ്കിൽ മൂക്കെ പിടിച്ച് ശിക്ഷ അഴിച്ചുകൂടെ ഈശ്വരന്? ഇങ്ങനെയൊക്കെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്നെ ഓർക്കെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അല്ലേ? നമ്മളെ കൊണ്ട് വേണമെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ വേണമെങ്കിൽ, അല്ലേ? നമ്മൾ ഈശ്വരനെ അല്ലാതെ വേറെ ആരെ ഓർക്കാത്തൊരവസ്ഥയിലോട്ട് വേണമെങ്കിൽ കൊണ്ടെത്തിക്കാനുള്ള കഴിവും ഈശ്വരനുണ്ട്. പക്ഷേ എങ്കിലും ഈശ്വരൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അതാണ് ഈശ്വരൻ്റെ മഹത്വം. ഒരിക്കലും ഒരു നിർബന്ധ ബുദ്ധിയിലേക്കും പോകില്ല. വഴി കാണിച്ചു തരും, നല്ലത് പറഞ്ഞു തരും. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ഫ്രീഡം നമുക്ക് സ്വാഭാവികമായിട്ട് തരികയും ചെയ്യും. ആ ഒരു നിസ്സംഗ അവസ്ഥ ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഈശ്വരനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. നമുക്കിടയ്ക്കെങ്കിലും നമുക്ക് ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം അതാ. നമ്മൾ ചിലപ്പോൾ ഒരു കടുംപിടുത്തത്തിലോട്ട് പോകും. അത് നമ്മൾ പതുക്കെ മാറ്റിയെടുക്കേണ്ടി വരും. നമ്മളെല്ലാവരും അറിയാതെ തന്നെ ആ ഒരു ഭാവമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബോധത്തിൽ നിന്ന് വരുന്ന സാധനമാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഈ ഓരോന്നിനും, പരമപുരുഷനും പുരുഷനും പ്രകൃതിക്കുമൊക്കെ അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റേതായ ശക്തിയുമുണ്ട്. അത് ഒന്നിൻ്റെ നിയന്ത്രണത്തിലാണോ മറ്റൊന്നും ചോദിച്ചാൽ അല്ല. എന്നാൽ ഒരു സമരസപ്പെട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ആണ് താനും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഹാർമണിയിലൂടെയാണ് വിജയം വരിക്കുന്നത്. ആ ഒരു ഹാർമണി ആവശ്യമാണ്. പക്ഷെ ഹാർമണിയുടെ അർത്ഥം ഒന്നിൻ്റെ കൺട്രോളിലാണെന്നുള്ളത് അല്ല. പക്ഷെ ഹാർമണി കാണുമ്പോൾ നമുക്ക് തോന്നും, അങ്ങനെ തോന്നും. അതുകൊണ്ട് സാറ് പറഞ്ഞത് തെറ്റല്ല, പക്ഷെ അത് കൺട്രോളിൽ അല്ല താനും. മനസ്സിലായോ? ക്ലിയറായോ? ഓക്കെ. ഇനി മൈക്ക്. ഈ എല്ലാത്തിനും എനിക്ക് ഉത്തരം പറയാൻ അറിയാവുന്നില്ല, നിർബന്ധമില്ല കേട്ടോ. അറിയാമെങ്കിലേ പറയുള്ളൂ. ഓം ശാന്തി. ഭൂരിപക്ഷം പേരും ഒരു ഭക്തി ആചാരപൂർവ്വം തന്നെയാണ് ജീവിച്ചു വരുന്നതെന്നുള്ളതാണ് നമ്മുടെ തലമുറകൾ നമ്മളെ ശീലിപ്പിച്ചു വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജീവിതം മുൻവിധി ഉള്ളതുകൊണ്ട് നമ്മുടെ കർമ്മമണ്ഡലത്തിലും അതൊക്കെ ഉണ്ടാവും എന്നും അറിയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നുവെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വർഗവും നരകവും ഇവിടെയാണ്, ഈ ജന്മത്തിൽ തന്നെയാണ് എന്നും അറിയുന്നു. അപ്പോൾ ഒരു വ്യക്തി ഈ പറഞ്ഞ ഒരു ശീലത്തിലൂടെ പോകുകയാണെങ്കിലും അവന് സ്വർഗത്തേക്കാൾ കൂടുതൽ ദുഃഖമയമായി മാറുന്ന അവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്, വേദനാജനകമായി കണ്ടുവരുന്നുണ്ട്. ഒപ്പം നല്ല ശീലങ്ങളിലൂടെ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് വേറൊരു മദ്യപാനവും അല്ലെങ്കിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹാപ്പിയിലേക്ക് എത്തുവാൻ, അതിനേക്കാളും കൂടുതൽ നല്ലൊരു ഹാപ്പിയിലേക്ക് എത്തുവാൻ ഇത് വേറിട്ടൊരു വിദ്യാഭ്യാസ രീതിയാണ്. നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വിദ്യാഭ്യാസങ്ങളും അറിവുകളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് അങ്ങനെ കിട്ടുന്നൊരു വേദി തന്നെയാണത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ സ്വർഗവും നരകവും ഇവിടെ തന്നെയാണോ, നമ്മുടെ മുൻവിധി പ്രകാരം നമുക്ക് റിക്കോർഡിക്കലായി കിട്ടിയ ആ ജീവിത ശൈലിയാണോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ചോദ്യം സ്വർഗവും നരകവും ഇവിടെയാണോ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടെ എനിക്ക് വ്യക്തമാകണം. അതായത് ഇപ്പോൾ ഡയബറ്റിക് ആയ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു പാരമ്പര്യജന്യ രോഗമാണെന്നും കേട്ട് വരുന്നു. എന്നാൽ നന്നായി ഫിസിക്കൽ രീതിയിൽ ജീവിച്ചു വരുന്ന ഈ പറഞ്ഞ മാതിരി മദ്യപാനവും കാര്യമില്ലാത്തവർക്കൊക്കെ ഈ രോഗം കണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ അവിടെ ഈ സ്വർഗവും നരകവും പറഞ്ഞ അയാൾ എക്സസൈസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഈശ്വര ചിന്തയിലൂടെ ജീവിച്ചു വരുന്ന ഒരാൾക്ക്
പാരമ്പര്യമായിട്ടില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കും ഇത് കൂടുതലായി കണ്ടുവരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വർഗ്ഗവും നരകവും അവിടെ അതിൻ്റെ കാരണം എന്താണെന്ന്. ഓക്കെ, ശരി. ഇരുന്നോളൂ. ഒന്ന്, സ്വർഗവും നരകവും ഇവിടെയാണെന്ന് പറയുന്ന കാര്യം. കാരണം ഇത് രചിക്കുന്നത് ആരാ? നമ്മൾ തന്നെ അല്ലേ? നമ്മുടെ ജീവിതം സ്വർഗമാക്കി മാറ്റുന്ന ആരാ? നമ്മളാ. നമ്മുടെ ജീവിതം നരകമാക്കി മാറ്റുന്നത് ആരാ? നമ്മൾ തന്നെ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ചില വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ഇടപഴകൽ വളരെ നല്ലതായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മളും നമുക്ക് അവരും വളരെ നല്ല ബന്ധമായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആ വ്യക്തികളെക്കുറിച്ച് തന്നെ മറ്റാൾക്കാർ ചിലപ്പോൾ മോശം കാര്യങ്ങൾ പറയുന്നേക്കാം. അത് അവരുടെ അനുഭവമാണ്. അപ്പോൾ ആ വ്യക്തി നമ്മളെ സംബന്ധിച്ചുള്ള നല്ലൊരു സുഹൃത്താണ്, നല്ല സഹായിയാണ്. വേറൊരാൾക്ക് അതല്ലാതായിട്ട് മാറുന്നു. അത് അവരുടെ തങ്ങളുടെ ബന്ധമാണ്. അപ്പോൾ സ്വർഗം ജയിച്ചതും നരകം ജയിച്ചതും ആരാ? നമ്മൾ തന്നെ. ഇത് നമ്മുടെ ജീവിതം സുഖസമ്പന്നമാക്കണം അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞതാക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത്. നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ നമുക്ക് സ്വർഗീയ സുഖം ഇവിടെ തന്നെ അനുഭവിക്കാം. നമ്മുടെ കർമ്മം മോശമാണെങ്കിൽ നരകയാതനകളും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അല്ലേ? കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ആ കർമ്മ ഫിലോസഫി നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ആ വിഷയം വരുന്നുണ്ടത്. ഓക്കെ, അടുത്തത് പാരമ്പര്യത്തിൻ്റെ കാര്യം. പാരമ്പര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ അത് കുറച്ച് പറഞ്ഞിരുന്നു, ഹെറിഡിറ്ററിയുടെ കാര്യം. അതായത് ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഒരു വശത്തുണ്ടെന്ന് പറയുന്നിടത്ത് തന്നെ മറ്റൊരു വശത്ത് ഈ പറയുന്ന പാരമ്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അവരുടെ കുടുംബത്തിലൊക്കെ രോഗമുള്ളവർക്കും ഇതില്ലാതാകുന്നതും കുട്ടികൾക്ക് നിർബന്ധമൊന്നുമില്ല, ഇതുമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആത്മീയമായ അറിവ് നേടിക്കഴിയുമ്പോഴത്തേക്ക്, കുറച്ചുകൂടെ ഗഹനതയിലോട്ട് പോയി കഴിയുമ്പോൾ മനസ്സിലാകുന്നത്, ഒരേ തരത്തിലുള്ള ജീവിത ശൈലി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ അച്ഛനും അമ്മയും ജീവിക്കുന്ന ഒരു ജീവിതശൈലി, അതാണല്ലോ അവർക്ക് ആ പ്രത്യേക രോഗമുണ്ടാക്കിയത്. അതേ ജീവിതശൈലി തന്നെ അവരുടെ കുട്ടികളും പിന്തുടരുകയാണെങ്കിൽ ആ തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആ കുട്ടികൾക്കും കൂടുതലാണ്. അതേപക്ഷം നമ്മുടെ ജീവിതശൈലിയും ചിന്താരീതിയും വ്യത്യസ്തമാണ് അച്ഛനും അമ്മയിൽ നിന്നും എങ്കിൽ അവർക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകാനുള്ള സാധ്യത കുറവാണിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. പക്ഷേ സാധാരണഗതിയിൽ എന്താ കണ്ടുവരുന്നത് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു കുടുംബത്തിൽ പിന്തുടർന്നു വരുന്ന ജീവിതശൈലി ഏകദേശം ഒരേ തരത്തിലുള്ള ജീവിതശൈലി ആയിരിക്കും. ആ ഒരേ തരത്തിലുള്ള ജീവിതശൈലി ഒരേ തരത്തിലുള്ള രോഗങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഹെറിഡിറ്ററി ഫാക്ടർ അതിനകത്ത് അധികം വരില്ല. ഓക്കെ, അതായിരുന്നോ ചോദിച്ചതിൻ്റെ കാര്യം? അതോ മറ്റെന്തെങ്കിലും വേറെ ചോദ്യം? അത് പാരമ്പര്യ കാര്യമല്ല. അതെ, അല്ല, അത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാൽ ഞാനൊരിക്കൽ മധുരയിലൊരു ക്യാമ്പ് നടത്തുന്ന സമയത്ത് അവിടെ കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ എന്തോ ആവശ്യത്തിന് പോയപ്പോഴാണ് അയാളുടെ ഷുഗർ ചെക്ക് ചെയ്തത്. 700-ന് മുകളിലുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഇയാളെ ആരോ കൂട്ടിക്കൊണ്ട് ക്യാമ്പിൽ വന്നു. ഇയാൾക്കാണെങ്കിൽ കൊടും തമിഴേ അറിയുള്ളൂ. ഇയാൾ പറയുന്നത് എനിക്കാകെ മനസ്സിലാവുന്ന അയ്യ എന്നുള്ള ഭാഷ മാത്രമാണ്. ഞാൻ പറയണമൊന്നും ഇയാൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ക്യാമ്പിൽ നിന്നും അയാൾക്ക് നല്ല വ്യത്യാസമുണ്ടായി ഷുഗറിൽ. അത് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ചേട്ടൻ പറയുന്ന ഒരു പോയിൻ്റ് അവിടെ ഉണ്ട്. കാരണം ഈ മനുഷ്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇയാൾക്ക് എങ്ങനെയാണ് ഈ ഷുഗർ ഉണ്ടാവുന്നത്? അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഷുഗർ കുറയുമെന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അറിവിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാശ്ചാത്യമായ രീതികൾ ഒരുപാട് നമുക്ക് തെറ്റായ ചില സങ്കല്പങ്ങൾ തന്നിട്ടുണ്ട്. എക്സസൈസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തുമില്ല. നമ്മുടെ അല്ല, യോഗ ഈസ് നോട്ട് ആൻ എക്സസൈസ്. യോഗയുടെ ഡെഫിനേഷനകത്ത് എങ്ങും എക്സസൈസ് ആണതെന്ന് പറയുന്നുണ്ടോ? എങ്ങും പറയുന്നില്ല. എക്സേർഷൻ അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് എക്സേർഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഭാരതത്തിൽ അംഗീകരിച്ചിട്ടില്ല. യോഗ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു സന്തുലനമുണ്ടാക്കിയിട്ട് അതിലൂടെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയാണ്. അതിൽ പറയുന്ന ആസനങ്ങൾ അതിൻ്റെ പ്രാഥമിക തലത്തിൽ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുതന്നെ ആ ഓരോ ആസനങ്ങളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പറയും അവരുടെ ശരീരസ്ഥിതി അനുസരിച്ചിട്ട് എക്സേർഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ എക്സേർഷൻ പറയുന്നില്ല, മിതം തന്നെയാണ് ഈ പറയുന്നത് വെച്ചാൽ. അപ്പോൾ അവിടെ എക്സേർഷൻ എന്ന് പറയുന്ന ഈ സാധനം പാശ്ചാത്യ രീതിയിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തിയും ചേരുന്നല്ല. അതായത് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ജീവിക്കണം. ഫിസിക്കലി ആക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നതും ഈ പറയുന്ന എക്സേർഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. നമ്മുടേത് തണുത്ത രാജ്യമല്ല, ട്രോപ്പിക്കൽ കൺട്രിയാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് ഇവിടെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും മാറ്റം വരും. നല്ല മഴ സമയത്ത് നമുക്ക് നിങ്ങൾ ഈ പറയുന്ന 4 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കുകയില്ല. നല്ല ചൂട് സമയത്തും അത് സാധിക്കില്ല. അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് ശരീരത്തിന് ചെയ്യേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തിയേ പറ്റൂ. ഓക്കെ. ഇപ്പം യോഗ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാര്യന്മാർ ഉപദേശിച്ചിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടും അവർക്ക് അവരുടെ അവസ്ഥയ്ക്കനുസരിച്ചും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക, സമാധിയിലേക്ക് എത്തുകയാണ്, ഈശ്വരൻ്റെ സ്മൃതിയിലേക്ക്. ഇന്ന് ഭഗവാൻ പറഞ്ഞത് എന്താ? എൻ്റെ സ്മൃതിയിലിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുമെന്നാണ് പറഞ്ഞു. അപ്പം ഈശ്വര സ്മൃതിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നിയന്ത്രണം വരും. അതുപോലെ തന്നെ ശാരീരികമായിട്ട് നമ്മളിപ്പം പലപ്പോഴും പല ആൾക്കാരും ലിഫ്റ്റ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പടിക്കെട്ട് ഇറങ്ങുകയും കയറുകയും തന്നെ ചെയ്യുക. തീരെ പറ്റില്ലെങ്കിൽ ഓക്കെ. അപ്പം അങ്ങനെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫിലോട്ട് നമ്മൾ മാറാമെന്നുണ്ടെങ്കിൽ അധികം എക്സേർഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ രാവിലെ നടക്കാൻ പോകണ്ടെന്ന് അർത്ഥമില്ല, അതും കൂടെ മനസ്സിലാക്കണം. പക്ഷെ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ഈ കൈയും കാലും എറിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. അത് എക്സേർഷനിലോട്ട് പോകണ്ട. അതൊരു സൺസ്ട്രോൾ പോലെ ആകാം. സൺസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മബോധത്തിൽ ആ പ്രകൃതിയെ ആസ്വദിച്ച് നമുക്ക് നടക്കാം. നല്ലതാണ്. സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് തട്ടും. നമ്മൾ ആത്മബോധത്തിൽ പ്രകൃതിയെ ആസ്വദിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ബ്രെയിനിൽ ഡോപ്പാമൈൻ റിലീസ് ഉണ്ടാകും. ഡോപ്പാമൈൻ എന്ന് പറയുന്ന പ്രത്യേക കെമിക്കൽ അത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അതിൻ്റെ റിലീസ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മുടെ ആന്തരാവയവങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അപ്പം മനസ്സിന് ഉല്ലാസം നൽകുന്ന തരത്തിലുള്ള ക്രിയകളാകാം. കബഡി കളിക്കാം, മറ്റെന്തെങ്കിലും കുട്ടിയും കോലും കളിക്കാം, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് മറ്റേ കയറിൽ ഇങ്ങനെ ചാടുന്ന ചാട്ടം ഉണ്ടല്ലോ അല്ലേ, അത് ആകാം അല്ലേ, സ്കിപ്പിംഗ്, റോപ്പ് സ്കിപ്പിംഗ് ആകാം. നിങ്ങൾക്ക് മനസ്സിന് ഉല്ലാസം തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ മാനസിക ഉല്ലാസം, ബാഡ്മിൻ്റൺ കളിക്കാം, ആകാം. ഇതൊന്നും പാടില്ലാതില്ല. ഫുട്ബോൾ കളിക്കാം. പക്ഷേ എക്സേർഷനിലോട്ടല്ല പോകേണ്ടത്. മനസ്സിന് ഉല്ലാസം നൽകുന്ന തരത്തിലുള്ള ക്രിയകളിലേക്ക് നമ്മൾ മാറണം. അത്
ശരീരത്തിന് മാത്രമല്ല ആരോഗ്യം നൽകുന്നത്, പിന്നെയോ മനസ്സിനും കൂടെ സന്തോഷം നൽകും. നമ്മൾ പതുക്കെ 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 ദേഹത്തിൻ്റെ, ഇപ്പം നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഡാൻസുകൾ ചെയ്യാമെന്ന് ചോദിച്ചു ഒരാൾ, അയാൾ എന്താ ചെയ്യുന്നത്? അയാളെപ്പോലും മറന്ന് അയാൾ നൃത്തമാടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിനകത്തോട്ട് ഇഴുകിച്ചേരുമ്പോഴത്തേക്ക് അപ്പം ഒരു തരത്തിൽ അവിടെ ശരീരത്തിന് വേണ്ട വ്യായാമം കിട്ടുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സ് അത് ആസ്വദിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഭാരതത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെയൊക്കെ രാസലീലകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഭാഗവതത്തിൽ എഴുതിയിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ ബ്രിസ്ക് വാക്കിന് പോയ കാര്യമല്ല. അതാണ് പാശ്ചാത്യ ചിന്തയിൽ നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ശരീരത്തിന് വ്യായാമം വേണം, പക്ഷേ അത് എക്സേർഷനിലോട്ട് പോകാത്ത വ്യായാമമായിരിക്കണം. അതുപോലെ അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ ഫലം കിട്ടുന്ന വെച്ചാൽ അതെ, അതിൻ്റെ ഫലമാണ് അയാൾക്ക് ഈ ജന്മത്ത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും. അതിനെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ 9:30 ആവുന്നു. വിശക്കുന്നില്ലല്ലേ? എന്തൊരു ഭാഗ്യമുള്ള ആത്മാക്കളാണ് നമുക്ക്. ഇങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് എന്ത് സന്തോഷമായിരിക്കും. കാരണം വെച്ചാൽ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ കാര്യം ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹത്തോട് രാവിലെയൊക്കെ തയ്യാറായിട്ട് ഇദ്ദേഹം പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് അച്ഛൻ കാപ്പി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചാൽ മാത്രമേ അദ്ദേഹം പറയുള്ളൂ. അദ്ദേഹമായിട്ട് ആവശ്യപ്പെടില്ല. അതല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അങ്ങേരുടെ വഴിക്ക് പൊക്കോളൂ. അതുപോലെ ഉച്ചയ്ക്ക് ചിലപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഊണ് കഴിച്ചിട്ടാണോ വന്നത്, അല്ലെങ്കിൽ കഴിക്കണമെന്ന് ചോദിച്ച് കൊടുത്താലേ അദ്ദേഹം ആവശ്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ മിണ്ടില്ല. അപ്പം നിങ്ങൾ ഏകദേശം ആ അവസ്ഥയിലോട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ട എന്നുള്ള കഴിക്കണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, ഓം ശാന്തി.